4 വർഷം ജെയ് കോച്ചിങ്ങിന് പോയിട്ട് എനിക്ക് കിട്ടിയ ലേണിംഗ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് കോമ്പറ്റേറ്റീവ് എക്സാമിന് കൊള്ളൂല, ഞാൻ ഒരു മണ്ടനാണെന്നുള്ളതാണ്. ഓൺട്രപ്രണർഷിപ്പ് സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങുകയാണെന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് റിസർവേഷൻസ് ഉണ്ടാവും. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഫോർ പ്രോഫിറ്റ് കമ്പനി അല്ല, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് തുടങ്ങുന്നത്. ഒരു IIT ഗ്രാജുവേറ്റ് US വർക്ക് ചെയ്ത് ടെക്സസ് ഇൻസ്ട്രുമെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് വന്ന് ഹി ടോൾഡ് ദാറ്റ് ഹി വാണ്ട് ടു സ്റ്റാർട്ട് എ കോഫി ഷോപ്പ്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിലും ഇപ്പോൾ എന്താ നമ്മൾ ഗൾഫിൽ പോവുക, പണിയെടുക്കുക, ഇത് മാറിയിട്ട് സ്റ്റഡി അബ്രോഡ്, അപ്പോൾ റെഡിയാണല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി സാഹിലിൻ്റെ ഒരു അഭിപ്രായം എന്താ? ഇവിടെ നാട്ടിൽ ജോലികൾ ഇല്ലാത്ത കാരണമാണോ, പുറത്തുപോയാൽ മാത്രമേ എന്തെങ്കിലും വാല്യൂ കിട്ടത്തുള്ളൂ? AI ഉപയോഗിച്ച് തുടങ്ങണം, ഇല്ലെങ്കിൽ AI നിങ്ങളെ റീപ്ലേസ് ചെയ്യും, മറ്റേ മാറ്റിയും ചട്ടുകങ്ങൾ ഇല്ലെങ്കിൽ അവർ മറിച്ചിടും നിങ്ങൾ എന്നുള്ളതൊക്കെ പറയുമെങ്കിലും. വെൽക്കം ടു ദി സെക്കൻഡ് എപ്പിസോഡ് ഓഫ് മേക്ക് ഇൻ കേരള. നമ്മുടെ വ്യൂവേഴ്സ് വരുന്നത് മെയിൻലി 2 കാറ്റഗറിയാണ്. ഒന്നെങ്കിൽ അവർ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ്, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ജസ്റ്റ് പാസ്വേഡ് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ 2 ഗ്രൂപ്പിൻ്റെ ഒരു സിമിലർ ഒരു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു 5-6 ഫോൺ കോളെങ്കിലും വരും. അത് ഒന്നെങ്കിൽ ഒരു സ്റ്റഡി അബ്രോഡ് ഏജൻസി നിന്നായിരിക്കും, UK പഠിക്കാൻ പോകണോ, ഫ്രാൻസ് പഠിക്കാൻ പോകണോ, ജർമ്മനി പഠിക്കാൻ പോകണോ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങനത്തെ ടീംസ് ആയിരിക്കും. അല്ലെങ്കിൽ കാറ്റ് കോച്ചിങ്, ഗേറ്റ് കോച്ചിങ് ഓഫർ ചെയ്യുന്ന ഏജൻസീസ് ആയിരിക്കും. അപ്പം ട്രഡീഷണലി ഈ ഒരു ഇൻഡസ്ട്രി ഹെവിലി മണി ഓറിയൻറ്റഡ് ആണല്ലോ. നമ്മൾ എത്രത്തോളം നല്ലതായിട്ട് കാശ് കൊടുക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ടോപ്പ് സിറ്റി നിൽക്കാൻ പറ്റുന്നു, അത് ബേസ്ഡ് ആയിരിക്കും നമുക്കൊരു നല്ലൊരു കോളേജ് കിട്ടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പം ടുഡേ വി ഹാവ് വിത്ത് us മിസ്റ്റർ സാഹിൽ സമീർ, CEO ആൻഡ് ഫൗണ്ടർ ഓഫ് ഓപ്പൺ ഗ്രാഡ് ഫൗണ്ടേഷൻ. He's currently shaking up how students prepare to get into the top colleges. He's making free, community-driven and accessible. Welcome, Sahil, to Make in Kerala. Thank you. Thanks a lot for inviting me. അപ്പം നമുക്ക് ഓപ്പൺ ഗ്രാഡിൻ്റെ നടക്കുന്നതിൻ്റെ വിശേഷങ്ങൾ കയറുന്ന മുമ്പേ ലൈക്ക് സാഹിലിൻ്റെ ഒരു പേഴ്സണൽ എങ്ങനെ ഇവിടെ എത്തിയത് അതൊന്നും അറിയണമെന്നുണ്ടായിരുന്നു. എങ്ങനെ ഇവിടെ എത്തി, ഓപ്പൺ ഗ്രാഡ് വരെ എങ്ങനെ എത്തി എന്നുള്ളത്. ഓക്കെ, സോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ലൈക്ക് ഞാൻ ആക്ച്വലി കാലിക്കറ്റിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ വീട് NIT കാലിക്കറ്റിൻ്റെ വളരെ അടുത്തായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ ഈ NIT ടെക് ഫെസ്റ്റിനൊക്കെ പോകാറുണ്ടായിരുന്നു. ആൻഡ് ദെൻ എഞ്ചിനീയറിംഗ് ഒരു NIT ലെവൽ ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു IIT ഒരു BTech പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി JEE കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. 8ാം ക്ലാസ് മുതൽ JEE ഫൗണ്ടേഷനും, പിന്നെ 8ാം ക്ലാസ് മുതൽ 8, 9, 10 JEE ഫൗണ്ടേഷൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ +1 +2 കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ആ സമയത്ത് നല്ലോണം ഉഴപ്പി, അത്യാവശ്യം സ്കൂളിൽ കുറച്ച് അധികം എൻജോയ് ചെയ്തു. അങ്ങനെ JEE എഴുതി, കിട്ടിയില്ല. ആൻഡ് ദെൻ കേരളത്തിൽ കിട്ടാവുന്ന നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജായിരുന്നു. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടി, അവിടെ വന്നു. അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എല്ലാ എഞ്ചിനീയറിംഗ് കോളേജും NIT പോലെ അത്ര വലിയ കോളേജുകളല്ല. കാരണം ആൾക്കാർക്ക് അറിയാത്തവർക്ക് ഒരു കോൺടാക്ട് കിട്ടാൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആണ്. ബട്ട് അറ്റ് ദി സെയിം ടൈം വളരെ ചെറിയൊരു എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വരുന്നത് അഡ്മിഷൻ വന്ന് കാണുമ്പോൾ ഒന്ന് ഞെട്ടി. ബട്ട് ദെൻ 4 വർഷം അവിടെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് കയറി ഒരു ഫസ്റ്റ് ഇയർ നമ്മൾ 3 Idiots ഒക്കെ കണ്ടിട്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അതായത് ഡ്രോണുകൾ ഉണ്ടാക്കാം, കാറുകൾ ഉണ്ടാക്കാം. ഉണ്ടാക്കുന്ന ഒരു ഇമേജ് ഓഫ് എഞ്ചിനീയറിംഗ് വെച്ചിട്ടാണ് എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത്. പക്ഷേ ഒരു ഫസ്റ്റ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഉണ്ടാക്കുന്നതല്ല എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. യു വിൽ ഹാവ് ടു ഗോ ത്രൂ എ ലോട്ട് ഓഫ് തിയറി പേപ്പേഴ്സ്, കുറേ കാര്യങ്ങൾ പഠിക്കണം, കുറേ മാത്സ് ഇൻവോൾവ് ആണെന്നൊക്കെ മനസ്സിലായപ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി, ഒരുപാട് കള്ളങ്ങളായിരുന്നു നമ്മളെക്കുറിച്ച് എഞ്ചിനീയറിംഗിനുള്ള സങ്കല്പം സിനിമകൾ നമുക്ക് കാണിച്ചു തന്നതെന്ന് മനസ്സിലായി. പക്ഷേ എന്തായാലും എഞ്ചിനീയറിംഗിന് കയറി. സോ ഐ വാണ്ടഡ് ടു മേക്ക് മാക്സിമം യൂസ് ഓഫ് ദാറ്റ്. ഐ മീൻ ദാറ്റ്സ് വൺ മെസ്സേജ്. ഇനിഷ്യലി തന്നെ ഒരു മെസ്സേജ് വെച്ച് നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഒരെണ്ണത്തിന് ഇറങ്ങി തിരിച്ച്, എസ്പെഷ്യലി വെൻ ഇറ്റ്സ് എ കോഴ്സ് ഓർ സംതിങ് ഓഫ് ദാറ്റ് സോർട്ട്, ദെൻ ട്രൈ ടു പുട്ട് ഇൻ മാക്സിമം എഫേർട്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ എഞ്ചിനീയറിംഗിന് കയറി ഇനി ഇതെങ്ങനെ ബെറ്ററായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഞാൻ അവിടെ എക്സ്പ്ലോർ ചെയ്തത്. ആ സമയത്ത് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റീസ്, അതായത് എനിക്ക് മനസ്സിലായി ഇതൊരു UG എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു പ്ലാറ്റ്ഫോം കൂടിയാണല്ലോ. അതായത് മോർ ദാൻ കാരണം നമ്മളെല്ലാവരും ഒരു ഐഡിയ ഇല്ലാതെയാണ് UG എടുക്കുന്നത്, അത് ആരാണെങ്കിലും. സാഹിലിപ്പം ഏതെങ്കിലും സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റീസിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നതോ? അതെ, അതായത് ഞാൻ പല കമ്മ്യൂണിറ്റീസിൽ പോയി. ഞാൻ ഡിബേറ്റ് ക്ലബ്ബിൽ പോയി, ഞാൻ NSS പോയി. പക്ഷേ ഞാൻ IEEE എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, ഒരു ടെക്നിക്കൽ പ്രൊഫഷണൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ അവരുടെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു കോളേജിൽ. അപ്പോൾ അവിടെ ആയിരുന്നു ഞാൻ കൂടുതലായിട്ട് എൻ്റെ 4 years സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അവിടെ കോളേജിൽ ഒരുപാട് ഇവൻറ്റ്സ് നടത്തുന്നുണ്ടായിരുന്നു. കോളേജിന് പുറത്ത് ഞാനൊരു കൊച്ചി സബ്സെക്ഷൻ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഒരു 10-30 കോളേജിൻ്റെ ഇതേ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു. ആ സമയത്താണ് 2018 നമ്മളുടെ കേരളത്തിൽ ഫ്ലഡ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലഡ് സംഭവിക്കുന്ന സമയത്ത് ഞാനന്ന് IEEE വളരെ ആക്റ്റീവ് ആയിരുന്നു. നമ്മൾ IEEE തന്നെ പരിചയപ്പെട്ട കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആ ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു പവറാണ്. പല ഭാഗത്തുള്ള ആൾക്കാർ ചേർന്നിട്ട് KeralaRescue.in എന്ന് പറയുന്ന ഒരു പോർട്ടൽ 2018 ഉണ്ടാക്കുന്ന ഒരു ഫൗണ്ടിങ് ടീമിൽ, ഐഡിയേഷൻ ടീമിൽ ഉണ്ടായിരുന്നു.
അപ്പോൾ അതെല്ലാം ഹിറ്റായി. അത് കഴിഞ്ഞിട്ട് എൻജിനീയറിങ്, അതിനകത്ത് ഒരുപാട് കഥകളുണ്ട്, നമുക്ക് അതിലോട്ട് വരാം. എന്തായാലും എൻജിനീയറിങ് കഴിഞ്ഞു. ആൻഡ് ദെൻ എൻജിനീയറിങ്ങിൻ്റെ സമയത്ത് ആ പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് MBA അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും എനിക്ക് എന്നെനിക്ക് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റി. ആ ഒരു ഇത് കണ്ടുപിടിക്കാൻ പറ്റി, ഏരിയ കണ്ടുപിടിക്കാൻ പറ്റി. ഞാൻ IIM ഇൻഡോറിൽ നിന്ന് MBA എടുത്തു. 2 വർഷം IIM ഇൻഡോറിൽ ടൈം സ്പെൻഡ് ചെയ്തു. IIM ഇൻഡോറിലും ഇതൊക്കെ തന്നെ ആയിരുന്നു ചെയ്തത്. കോളേജ് ചെയ്ത പോലത്തെ കാര്യങ്ങളായിരുന്നു. അവിടെയും ഇല്ലാത്ത ചില സാധനങ്ങൾ കണ്ടുപിടിച്ച് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു. അതായത് ക്യാമ്പസിലും ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ക്രൈസിസ് കൂടെ ക്യാമ്പസ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് കോവിഡിൻ്റെ ടൈമിലായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ക്യാമ്പസിലാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് വെച്ചിട്ട് ഒരു സ്ലോട്ട് ബുക്കിങ്ങിൻ്റെ ഒക്കെ ആവശ്യമുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ ക്യാമ്പസിൽ നമ്മളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്തു, ക്യാമ്പസ് ആപ്പ് എന്ന് പറയുന്നത്. ക്യാമ്പസിൻ്റെ ആപ്പ്. അതായത് ക്യാമ്പസിലുള്ള ജിമ്മിൻ്റെ സ്ലോട്ട് ബുക്കിംഗ്, സ്വിമ്മിംഗ് പൂളിൻ്റെ സ്ലോട്ട് ബുക്കിംഗ്, ടൈം ടേബിൾസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാം കൂടെ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഫാക്കൽറ്റി, അഡ്മിനിസ്ട്രേഷൻ, സ്റ്റുഡൻറ്റ് ഒരുമിച്ച് കൂട്ടുന്ന ഒരു ആപ്പ് അവിടെയും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ക്യാമ്പസ് കഴിയുമ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് എനിക്ക് സാംസങ്ങിലാണ് കിട്ടിയത്. അപ്പോൾ സാംസങ്ങിൽ ഗുർഗാവിൽ ഞാൻ ഉണ്ടായിരുന്നു കുറച്ച് നാൾ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതെന്ന് പറഞ്ഞാൽ സാംസങ്ങിൽ എൻ്റെ അതേ സ്ഥലത്ത്, അതായത് കാലിക്കറ്റ് ആൻഡ് വയനാട് 2 ഡിസ്ട്രിക്ട്സ് മൊത്തം ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കിട്ടി. അപ്പോൾ കേരളത്തിലുള്ള ഒരുപാട് ഈ ബിസിനസ്സുകാരുമൊക്കെ ആയിട്ട് ഡീൽ ചെയ്ത് കുറച്ച് നാൾ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ആ ഒരു ടൈമിലാണ് പാരലലി ഒരു ആക്സിഡൻ്റൽ ഇന്നോവേഷൻ ആണോ എന്നെനിക്ക് അറിയില്ല, ബട്ട് ദെൻ അവിടെ നിന്നൊരു ക്വിറ്റ് ചെയ്തിട്ട് ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷനിലോട്ട് മൂവ് ചെയ്യായിരുന്നു. അപ്പോൾ ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ എന്താണെന്ന് ഒബ്വിയസ്ലി മൂവിങ് ഫോർവേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇപ്പം 2 വർഷം ഓപ്പൺ ഡാറ്റിൽ എത്തി നിൽക്കുന്നു. ആൻഡ് ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ ഇന്ത്യയിലെ ഫസ്റ്റ് ഫ്രീ ആൻഡ് കമ്മ്യൂണിറ്റി പവേർഡ് എൻട്രൻസ് കോച്ചിങ് പ്ലാറ്റ്ഫോമാണ്. അപ്പം എന്താണ് കമ്മ്യൂണിറ്റി പവേർഡ്, എന്താണ് ഫ്രീ, ഈ ഒരു ഫ്രീ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എന്നുള്ളതും നമുക്ക് എന്തായാലും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ എൻട്രൻസ് എന്ന് പറയുന്നൊരു സംഭവം, അതായത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു നല്ല കോളേജിൽ കയറണമെങ്കിൽ ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യണം. അപ്പം ഈ എൻട്രൻസ് ക്രാക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതിനെ ആര് കുട്ടികളെ പഠിപ്പിക്കും എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. നമ്മളെല്ലാം കുത്തകകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പനികൾക്ക്, ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി ഫോൺ വിളിക്കുന്ന ആൾക്കാർക്ക് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഇത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത, ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തൊരു വലിയൊരു ശതമാനം പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ട്. സിമ്പിളായിട്ട് എടുത്താൽ മതി, ഇന്ത്യയിൽ ഒരു 70% പോപ്പുലേഷൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല എൻട്രൻസസിനെ കുറിച്ച്. അവർ സ്കൂളിൽ പോയി വലിയ കരിയർ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോയി, ഇതെല്ലാം കഴിഞ്ഞ് സ്കൂളും കഴിയുമ്പോഴാണ് അറിയുന്നത്, ഇനി ഞാൻ സിറ്റീസിലൊക്കെ പഠിച്ച വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ കോമ്പീറ്റ് ചെയ്താലേ എനിക്ക് നല്ല കോളേജിൽ കയറാൻ പറ്റൂ. നല്ല കോളേജിൽ കയറിയാലേ അൾട്ടിമേറ്റ്ലി നല്ല ജോലിയും കിട്ടുള്ളൂ. അതാണ് അൺഫോർച്ചുനേറ്റ്ലി ഇൻ എ ഹൈലി പോപ്പുലേറ്റഡ് കൺട്രി ലൈക്ക് ഇന്ത്യ, ഇഫ് യു ആർ എക്സ്ട്രീംലി ടാലന്റഡ് തിങ്സ് ആർ ഡിഫറെൻറ്റ്. നിങ്ങൾക്ക് എപ്പോഴും എക്സാമ്പിൾസ് പറയാം, സച്ചിൻ തെണ്ടുൽക്കർ സ്കൂളിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ ഇവർ സ്കൂളിൽ പോയിട്ടില്ല. പക്ഷേ ഇഫ് യു ആർ ലൈക്ക് ആൻ ആവറേജ് പേഴ്സൺ ലൈക്ക് മീ, ഐ തിങ്ക് ബ്രാൻഡ് ഡസ് എ ലോട്ട് ഓഫ് മാജിക്, റൈറ്റ്? പക്ഷേ ആ ബ്രാൻഡ് ആക്സസ് ചെയ്യാനുള്ളൊരു ഹിൻഡ്രൻസ് നമ്മൾ മൂവ് ചെയ്ത് കൊടുക്കുകയാണ്, വിച്ച് ഈസ് ലൈക്ക് എൻട്രൻസ് എക്സാം പ്രിപ്പറേഷൻ നമ്മൾ ഡെമോക്രറ്റൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഉദ്ദേശം. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഒരുപാട് എക്സ്പീരിയൻസിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആസ് വി സ്പീക്ക് ഇപ്പോഴും എക്സ്പീരിയൻസിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സാംസങ്ങിലെ ജോലി കിട്ട സമയത്ത് ലൈക്ക് ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവരാരൊന്നും പറഞ്ഞില്ല, അങ്ങനെയല്ല, ഇപ്പോൾ സാംസങ് കിട്ടുന്ന വെച്ചാൽ നല്ലൊരു ജോലിയാണല്ലോ. അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു സ്വന്തമായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആൾക്കാർ യൂഷ്വലി കുറച്ച് പേരെങ്കിലും പുറകോട്ട് പിന്മാറാൻ നോക്കിപ്പോയില്ലേ? ഡെഫിനറ്റ്ലി ഈ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു നല്ല അത്യാവശ്യം ഒരു മന്ത്ലി ഒരു അത്യാവശ്യം സാലറി കിട്ടുന്ന ഒരു ജോബ്, അതും ഒരു ഡീസൻറ്റ് ബ്രാൻഡിലാണെന്നുണ്ട്. അതായത് 4 ആളത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ് എല്ലാവർക്കും അറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു സാംസങ് ഗുരുവെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓൺട്രപ്രണർഷിപ്പ്, സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുകയാണെന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് റിസർവേഷൻസ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഉള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഫോർ പ്രോഫിറ്റ് കമ്പനി അല്ല, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് തുടങ്ങുന്നത്. അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം, ഇതിൽ നിനക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. സോ ഇൻഡയറക്ട്ലി ദേ ആർ ആസ്കിങ് ഹൗ ആർ യു ഗോയിങ് ടു ഏൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടില്ലല്ലോ എന്നുള്ളൊരു സംഭവം. പക്ഷേ ഞാനതിൽ കാണുന്നത് ഒന്ന്, ഒരു മാർക്കറ്റിലൊരു ഗ്യാപ്പ് ഉണ്ട് എന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. എൻട്രൻസ് എന്ന് പറയുന്ന ഒരു ഗ്യാപ്പാണ്. അതിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇപ്പോൾ ഡാനി മനസ്സിലായിട്ടുണ്ടാവും. മാർക്കറ്റിൽ എൻട്രൻസിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്, വലിയൊരു ശതമാനം. ഇത് എല്ലാവർക്കും ആവശ്യമുണ്ട്, അത് സ്കൂളിൽ പോകുന്ന എല്ലാവർക്കും ഇതിൻ്റെ ആവശ്യമുണ്ട്, നല്ലൊരു കോളേജ് അഡ്മിഷൻ കിട്ടാൻ. പക്ഷേ അതിനൊരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് പേ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ ഒരു കോളേജിലൊക്കെ പഠിക്കുന്നത് വരെ നമുക്ക് പുസ്തകം ആവശ്യമുണ്ട്, നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. നമ്മളുടെ പേരൻസ് ആണ് നമുക്ക് വേണ്ടി ആ പൈസ അടച്ചുകൊണ്ടില്ല, ബിക്കോസ് ദേ കെയർ. അതേപോലെ സൊസൈറ്റിക്ക് വേണ്ടി കെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ബി ഇറ്റ് കോർപ്പറേറ്റ്സ്, ബി ഇറ്റ് ഇൻഡിവിജ്വൽസ്, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്. ദേ ആർ റെഡി ടു ബ്രിങ് ഇൻ ദി മണി.
അവിടെ അത് ആ പൈസ എടുത്ത് അവർക്ക് വേണ്ട സർവീസസ് കൊടുക്കാനാണ് ആൾക്കാരില്ലാത്തത്. സോ ദാറ്റ്സ് ഹൗ നോൺ പ്രോഫിറ്റ് ആൻഡ് ഫോർ പ്രോഫിറ്റ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. ഇൻ മോസ്റ്റ് കേസസ് ഫോർ നോൺ പ്രോഫിറ്റ് നമ്മുടെ കസ്റ്റമേഴ്സിന് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, സമ്മൺ എൽസ് വിൽ ബി പേയിങ്, ജസ്റ്റ് ലൈക്ക് ഹൗ അവർ എക്സ്പെൻസസ് വെർ ടേക്കൺ കെയർ ഓഫ് ബൈ അവർ പേരൻസ്. ഇതാണ് ഈ ഒരു കോൺസെപ്റ്റ്. ഇപ്പം ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തു, അതായത് എങ്ങനെയാണ് ഈ നോൺ പ്രോഫിറ്റ് സെക്ടർ വർക്ക് ചെയ്യുന്നത്, ഈ സെക്ടർ എന്താണ്, ഇവിടെ എത്ര പൈസയുണ്ട്, എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ, അതായത് ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ. സോ എൻ്റെ ഒരു പേഴ്സണൽ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഓൾവേസ് ക്ലിയർ, മാർക്കറ്റിലുള്ളൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അത് എത്രത്തോളം പൈസ കൊണ്ടുവരും എന്നുള്ളതല്ല, മോർ ദാൻ ദാറ്റ് ഒരു ഗ്യാപ്പ്, സീരിയസ് ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളത്. നമ്മൾ ഒരുപാട് സ്റ്റാർട്ടപ്സ് കാണാറുണ്ട്, നമ്മൾ തന്നെ വിചാരിക്കും ഈ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ദേ ആർ ദി പ്രോബ്ലം, ദേ ആർ ക്രിയേറ്റിംഗ് ദി പ്രോബ്ലം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇല്ലാത്തൊരു പ്രശ്നം അവർ ഉണ്ടാക്കിയിട്ട് അത് സോൾവ് ചെയ്യാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ക്ലിയർലി ദർ ഇസ് എ പ്രോബ്ലം ആൻഡ് ഐ വോണ്ടഡ് ടു സോൾവ് ഇറ്റ്. ഇനി എങ്ങനെ പൈസ എന്നുള്ളത് ഞാൻ തന്നെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഐ വാസ് ഇൻ മൈ 20s. പിന്നെ അവിടെ വേറൊരു വലിയൊരു ഫാക്ടർ ഉള്ളത്, ബ്രാൻഡ് റിയലി ഹെൽപ്സ്. അതായത് ഇപ്പോൾ ഞാൻ ഒരു UG മാത്രം എടുത്തിട്ട് ഞാൻ പോയി വീട്ടിലിത് പറയായിരുന്നെങ്കിൽ സ്വീകാര്യത കുറവായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ MBAയും എടുത്തിട്ടുണ്ട്, അപ്പം മാർക്കറ്റിലൊരു ജോബൊക്കെ കിട്ടുമെന്നുള്ളത്, ഞാൻ വെറുതെ അവിടെ പൊങ്ങച്ചം പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും ആ ഒരു സേഫ്റ്റി നെറ്റ് അല്ലെങ്കിൽ സേഫ്റ്റി ഫാക്ടർ ഉള്ളത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പേരൻസ് ഓൾസോ വിൽ ബി ലൈക്ക് ഓക്കെ, ഇത്രയൊക്കെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് റെഡി ആയില്ലെങ്കിൽ അവൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോകും എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു. സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബ്രാൻഡ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം സാഹിലാണെങ്കിൽ IIM പാസ് ഔട്ടായി. IIM പാസ് ഔട്ടായി. അപ്പം ഒരു IIM ഗ്രാജുവേറ്റിന് ഒരു മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും എത്ര മോശം മാർക്കറ്റ് കണ്ടീഷൻ ആണെങ്കിലും ഒരു മിനിമം ഒരു ഫോൾ ബാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്, അത് ശരിക്കും വലിയൊരു ഫാക്ടറാണ്. ഒന്നിൽ യു ഹാവ് ടു ബി എക്സ്ട്രീംലി റിച്ച്, അല്ലെങ്കിൽ അത് ആ ഒരു പ്രിവിലേജ് എനിക്ക് എന്തായാലും ഇല്ലായിരുന്നു. അതായത് ഫാമിലി ഈസ് നോട്ട് ലൈക്ക് വെൽത്തി ഇനം, വി ആർ ലൈക്ക് എ മിഡിൽ ക്ലാസ് ഫാമിലി. പിന്നെ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ അതർവൈസ് യു വിൽ ഹാവ് ടു ബി എക്സ്ട്രീംലി ടാലന്റഡ്. ലൈക്ക് എൻ്റെ എന്തെങ്കിലും ഒരു കഴിവ് അത്ര അധികം അടിപൊളിയാണ്, ഞാൻ ഭയങ്കരമായിട്ട് കോഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് പാട്ട് പാടും, അങ്ങനത്തെ ഒരു കഴിവും എനിക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സാഹിലിപ്പോൾ കോഡ് ചെയ്യാറൊന്നുമില്ല. ബേസിക് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, പക്ഷേ ഇഫ് യു സീ ലൈക്ക് ഏത് കമ്പനി തന്നെ റാഞ്ചിക്കൊണ്ട് പോകുന്ന ലെവലിലുള്ള കഴിവുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഓക്കെ. അപ്പോൾ പിന്നെ നമുക്കുള്ള ഈസി ഫോൾ ബാക്ക് ഓപ്ഷൻ ഒരു ബ്രാൻഡായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ആ ഒരു ബ്രാൻഡ് വേണമെന്ന് വിചാരിച്ചത്. കാരണം അറ്റ്ലീസ്റ്റ് നമുക്ക് വലിയ കഴിവൊന്നും ഇല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ ഒരു പുള്ളിൽ നമുക്ക് ഒരു സേഫ്റ്റി നെറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ ഈ ഒരു ലീപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ആ ഒരു സേഫ്റ്റി നെറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഈ ലീപ്പ് എടുക്കുമായിരുന്നു. ആ ഒരു സേഫ്റ്റി നെറ്റ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് അഗെയിൻ ഒരു ആസ് എ കൺട്രി പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ ഞാനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതല്ല, ടു ബി വെരി ഓണസ്റ്റ്. പക്ഷേ ഒരു റിയാലിറ്റി പറയുകയാണെങ്കിൽ ഞാൻ പണ്ടും ഇതേപോലത്തെ ചില ഐഡിയാസിനൊക്കെ വേണ്ടി പല ആൾക്കാർക്കും മെയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് സപ്പോർട്ട് ചെയ്യോ, കൊളാബറേറ്റ് ചെയ്യോ, അല്ലെങ്കിൽ ഇതിന് നമുക്ക് കുറച്ച് ഫണ്ടിങ് ആവശ്യമുണ്ട്, ഫണ്ടിങ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ എനിക്ക് റിപ്ലൈ തരാറില്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു 4-5 ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഒരു എന്തെങ്കിലും കാണാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച കാണാം, നൗ ഐ എം ബിസി, ഐ എം ട്രാവലിംഗ്, ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ദി നെക്സ്റ്റ് മന്ത്, ഇങ്ങനത്തെ ഒരു റിപ്ലൈ നമുക്ക് വരുന്നത്. പക്ഷേ ഈ ഒരു IIM എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വന്നതിൽ പിന്നെ എനിക്ക് ആ ഒരു മെയിലിൻ്റെയൊക്കെ റെസ്പോൺസസ് കിട്ടുന്നത് കൂടി. ഓക്കെ. അപ്പം ഞാനിത് പണ്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നാലും, എനിക്ക് ഇതേ പാഷൻ വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്താലും, ഐ തിങ്ക് ഇപ്പോൾ ഉള്ള രീതിയിലുള്ള സപ്പോർട്ട് സിസ്റ്റം എനിക്ക് പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതായത് കുറച്ച് ആക്സലറേറ്റഡ് ആയി. ഇപ്പോൾ നമ്മൾ തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വി ഗോട്ട് ഇൻ ടു വൺ ഓഫ് ഇന്ത്യാസ് ബെസ്റ്റ് സ്റ്റാർട്ടപ്പ്, സോഷ്യൽ സ്റ്റാർട്ടപ്പ് ആക്സലറേറ്റർ, വിച്ച് ഈസ് ദി നഡ്ജ് ഫൗണ്ടേഷൻ. അപ്പം നഡ്ജിലും ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ അവരുമായിട്ട് കോൺവേഴ്സ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഐഡിയ എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ ദേ ആർ ടേക്കിംഗ് എ ബെറ്റ് ഓൺ ദി ഫൗണ്ടർ പ്രൊഫൈൽ. മോസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റർ ഡൂ ദാറ്റ്. ഞാനിപ്പോൾ അടുത്ത് നമ്മുടെ WTF പോഡ്കാസ്റ്റ് ഉണ്ടല്ലോ, അതിൽ WTF ഈസ് ബാംഗ്ലൂരിൽ ഉഡാൻ്റെ കോഫൗണ്ടർ സുജീത്ത് സംസാരിക്കുന്നത് കേട്ടപ്പോൾ അതിൽ പറഞ്ഞത് പുള്ളിക്കാരൻ തേർഡ് വേവ് കോഫിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരൻ്റെ ഒള്ളി ലോജിക് വാസ്, പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞത്, ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്ത് സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുണ്ടാവും, ബട്ട് ഹി വാസ് ടെല്ലിങ് ദാറ്റ് ഒരു IIT ഗ്രാജുവേറ്റ് US വർക്ക് ചെയ്ത് ടെക്സസ് ഇൻസ്ട്രുമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് വന്ന് ഹി ടോൾഡ് ദാറ്റ് ഹി വോണ്ട് ടു സ്റ്റാർട്ട് എ കോഫി ഷോപ്പ്. ആൻഡ് ദെൻ സുജീത് ലോജിക് വാസ്, പുള്ളിക്കാരൻ IIT ഒക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ പോയി ടെക്സസ് ഒക്കെ ക്വിറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഹി മൈറ്റ് ഹാവ് സീൻ സംതിങ്. അപ്പോൾ ആ ഒരു ഫൗണ്ടർ പ്രൊഫൈൽ അല്ലെങ്കിൽ പെഡിഗ്രി മാറ്റർ ചെയ്യുന്നുണ്ട് ടു ആൻ എക്സ്റ്റെൻറ്റ് സപ്പോർട്ട് എക്കോസിസ്റ്റം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐഡിയ ഷുഡ് ബി സോ കമ്പല്ലിങ്. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഞാൻ ഈ 2 വർഷം കൊണ്ട് എത്തിയൊരു ഗ്രോത്ത് എത്താൻ വേണ്ടി ഞാൻ ചിലപ്പോൾ ഒരു 5-6 വർഷം എടുക്കാമായിരുന്നു. അപ്പോൾ 5-6 വർഷത്തിനുള്ളിൽ ഞാൻ ചിലപ്പോൾ തളർന്നു പോകാനും ചാൻസ് ഉണ്ടായിരുന്നു. ഒരു ബേൺ ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കുറച്ചുകൂടെ ആക്സിലറേറ്റഡ് ആവാൻ പറ്റി, വളരെയധികം ആക്സിലറേറ്റഡ് ആവാൻ പറ്റി. ഓക്കെ. അപ്പം സാഹിലിൻ്റെ കോളേജ് ലൈഫിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ സാഹിൽ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പോൾ സാഹിൽ അത്യാവശ്യം കുറേ ഓർഗനൈസേഷനത് പാട്ടായിരുന്നു. അപ്പം ഇപ്പോഴത്തെ വർക്കിന്
എന്താണ് കുറച്ചുകൂടെ ലൈക്ക് സപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ആ കോളേജിൽ പഠിച്ച സാധനങ്ങളാണോ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ച കാര്യങ്ങളാണോ, അതോ ആ ഒരു ഓർഗനൈസേഷനിൽ ഇപ്പം IEEE അതുപോലത്തെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്താണോ? ടു ബി ഓണസ്റ്റ്, എൻ്റെ അടുത്ത് ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലി കുറച്ചുകൂടെ ഒരു അക്കാഡമിക് ഓറിയൻറ്റഡ് ഫാമിലിയാണ്. എൻ്റെ ഫാദർ ഒരു ഫാക്കൽറ്റി NIT പ്രൊഫസറാണ്. സോ ചെറുപ്പം തൊട്ട് തന്നെ ഒരു അക്കാഡമിക്സ്, അത് ഭയങ്കര പ്രഷറൊന്നും ഇല്ലായിരുന്നു. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഒരു മാർക്കൊക്കെ ഇപ്പോൾ എന്താ പറയുക, സ്കൂളിൻ്റെ സമയത്താണെങ്കിൽ ഒരു 90% താഴെ മാർക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു റഡാർ അടിക്കുന്ന സംഭവമായിരുന്നു. കുറേ ഫാമിലി എല്ലാവർക്കും കുറേ പേർക്ക് റെസണേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ എൻജിനീയറിങ്ങിന് കയറിയപ്പോൾ അപ്പോൾ അതുവരെ നമ്മൾ ഫാമിലിയുടെ കൂടെ വീട്ടിലാണല്ലോ നിൽക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോളേജിൽ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, നമുക്ക് കുറച്ച് ഉഴപ്പാനുള്ള ഒരു ബാലൻസ് ഉണ്ട്. ഞാൻ ഹോസ്റ്റലിലായിരുന്നു നിൽക്കുന്നത്. സോ നമുക്ക് വേറെ പല കാര്യങ്ങൾ ചെയ്യാം, ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ആക്ച്വലി ഞാൻ 9 പോയിൻ്റർ ആയിരുന്നു. അതായത് സെമിസ്റ്റർ 1 9 പോയിന്റ് സംതിങ് ആയിരുന്നു, സെമിസ്റ്റർ 2 9 പോയിൻ്റ് ഇതായിരുന്നു. സെമിസ്റ്റർ 3 അത് 7 പോയിൻ്റ് ആയി. ഒറ്റയടിക്ക് അവിടെ ഒരു ഡിപ്പ് വന്നു. കാരണം ആ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്, എഗെയിൻ ഒരു ബാഡ് മെസ്സേജ് ആർക്കും കൊടുക്കുകയല്ല. പഠിക്കാൻ പറ്റുകയാണെങ്കിൽ, പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു, റൈറ്റ്? അത് CGPA പുച്ഛിക്കുന്ന ആൾക്കാരുണ്ടാവും, ഞാൻ അതിൽ പെട്ട ആളല്ല. കാരണം ഇഫ് യു ആർ ഹാവിങ് എ ഗുഡ് CGPA ദാറ്റ് മീൻസ് ദാറ്റ്സ് എ മെട്രിക് ഓഫ് ഹൗ ഹാർഡ് വർക്കിംഗ് യു ആർ, റൈറ്റ്? ഓർ ഹൗ വെൽ യു ക്യാൻ മൾട്ടി ടാസ്ക്. എനിക്ക് ആ കഴിവില്ലാന്ന് തന്നെ ഞാൻ വേണമെങ്കിൽ പറയാം. പക്ഷേ അതുകൊണ്ട് തന്നെ ഐ ടുക്ക് എ കോൾ ദാറ്റ് എനിക്ക് 9 പോയിന്റ് വാങ്ങിക്കൊണ്ട് 4 വർഷം ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ നിന്ന് കിട്ടുന്ന ഡിഗ്രി വേണ്ട. ഐ എം റെഡി ടു ടേക്ക് എ ഹിറ്റ്. ഒരു 8 പോയിന്റ് 7 പോയിൻ്റ് ഒക്കെ പോവാം. പക്ഷേ എനിക്ക് വേറെ കുറേ സ്കിൽസും എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് ഞാൻ എന്തായി തീരണം, അല്ലെങ്കിൽ എൻ്റെ കഴിവുകൾ എന്താണെന്ന് കുറച്ചെങ്കിലും എനിക്ക് അറിഞ്ഞിട്ട് പോകാൻ പറ്റണം ഈ 4 ഇയേഴ്സിൽ. അപ്പോൾ അതിനുള്ള എല്ലാ എൻവയോൺമെൻറ്റും ഉണ്ടായിരുന്നു. കാരണം നമ്മളുടെ കോളേജിൽ ഇപ്പം ഡാനും മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് അറിയാത്തവർക്ക്. സോ നമ്മുടെ കോളേജ് അത്യാവശ്യം ഒരുപാട് സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റീസ് വെച്ച് ആക്റ്റീവാണ്. ഒരുപാട് സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റീസ് ഉള്ള ഒരു വൺ ഓഫ് ദി മോസ്റ്റ് വൈബ്രൻറ്റ് കോളേജാണ് ഇൻ ദാറ്റ് ആസ്പെക്ട്. സോ ഐ തോട്ടിലേക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് IEEE എത്തുന്നത്. ഒരു വർഷം മൊത്തം എക്സ്പ്ലോർ ചെയ്തു, വോളണ്ടിയർ ചെയ്തു, കുറേ അങ്ങനെ പൊസിഷനും ഇതൊന്നും നോക്കിയിട്ടല്ല. ഐഡിയ വാസ് ലൈക്ക് പുതിയ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക, ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, നെറ്റ്വർക്ക്സ് ഉണ്ടാക്കുക, പല ഇവൻറ്റ്സിന് പോവുക, ആൾക്കാരെ കാണുക, ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. 3rd ഇയർ ആയപ്പോഴാണ് ആദ്യമായിട്ട് ഈ പൊസിഷനൊക്കെ വന്നത്. അതായത് അവിടെ കോളേജിൽ IEEE സ്റ്റുഡൻറ് ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി ആയി, കൊച്ചി സബ്സെക്ഷനിൽ ഇങ്ങനെ ഒരു റോള് വന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പോഴാണ് KeralaRescue.in വരുന്നത്. അപ്പോൾ KeralaRescue.in വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു എന്താ പറയുക, കോളേജിലൊക്കെ ഒരു ചെറിയൊരു സ്റ്റാർഡും ഒക്കെ വരുമല്ലോ. അതായത് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നു, എല്ലാവർക്കും അറിയാം, അങ്ങനെ ഒരു ഇതാവുന്നു. അതിൽ കുറച്ച് അധികം മൂഡായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ സെമിസ്റ്റർ 6 ആകുമ്പോൾ, you won't believe this, I was the only guy in MEC. I was a 9 pointer in my first year. I was the only guy in MEC who failed in all the 6 subjects. ഒരു കംപ്ലീറ്റ് വാഷ് ഔട്ട്. അതായത് അറിയാത്തവർക്ക് ഒരു സെമിസ്റ്ററിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ബാച്ചാണ് നമ്മൾ. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ സെമിസ്റ്റർ 6, അതായത് അതുവരെ നമ്മൾ ക്യുസാറ്റ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലായിരുന്നു മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് അഫിലിയേറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ KTUവിൽ വന്ന സമയത്ത് ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന സമയമാണ്. അതായത് പാസ് പെർസെൻറ്റേജിൽ CET ആണോ, TKM ആണോ, MEC ആണോ, GC ആണോ, MA കോളേജ് ആണോ, അപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് വരും പെർസെൻറ്റേജിൽ. അപ്പോൾ ഞാൻ സിംഗിൾ ഹാൻഡഡ്ലി ആ ഒരു ടോപ്പ് 1, 2, 3 നിന്ന മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ താഴെ ഒരു 10ലോ 12ലോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഞാൻ റിസൾട്ട് വന്നപ്പോൾ തന്നെ ഞാൻ നോക്കി വേറെ ആരെങ്കിലും 6 സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടോ, കാരണം ഒരു കൂട്ടാവുമല്ലോ. പക്ഷേ ഐ വാസ് ദി ഒൺലി ഗൈ ടു ഡു ദാറ്റ്. അപ്പം ഇത് എഗെയിൻ എ സ്ട്രോങ് മെസ്സേജ്. ഇത് ഞാനിപ്പം വളരെ ഫണ്ണായിട്ട് പറയുമെങ്കിലും ദിസ് വാസ് ആക്ച്വലി ദി ടേണിംഗ് പോയിന്റ്. എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് IIMൽ കയറുന്നതോ സാംസങ്ങിൽ വർക്ക് ചെയ്യുന്നതോ OpenDAD തുടങ്ങിയതോ ഒന്നുമല്ല. എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് സെമിസ്റ്റർ വാഷൗട്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ കൂടെ ചിരിച്ച് കളിച്ച് കിടന്ന ആൾക്കാർ വരെ സഹതാപത്തോടു കൂടി നമ്മളെ നോക്കും. തലേന്ന് വരെ നമ്മൾ ഈ KeralaRescue അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോപ്പുലർ ആയിരിക്കും. പിറ്റേന്നാവുന്ന സമയത്ത് ടീച്ചർമാർ വരെ നമ്മളെ തന്തയ്ക്ക് വിളിക്കും. അതെ, പച്ചയ്ക്ക് പറഞ്ഞാൽ അതാണ്. കാരണം എനിക്ക് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. കാലിക്കറ്റിൽ നിന്ന് ഫാദർ വരലുണ്ടായിരുന്നു. സോ അതൊരു വലിയ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതെനിക്ക് പഠിപ്പിച്ചു തന്ന ലെസൺസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അതിനുശേഷം CAT ഉൾപ്പെടെ ഞാൻ IIMൽ എഴുതിയ എക്സാം ഉൾപ്പെടെ ഒരു എക്സാംസിനും എനിക്ക് പേടിയില്ലായിരുന്നു. കാരണം ഓൾറെഡി കാണാവുന്ന റോക്ക് ബോട്ടം നമ്മൾ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വളരെ ചില്ലായിട്ട് കണ്ണും പൂട്ടിപ്പോയിട്ട് ഒരുപാട് എക്സാംസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എക്സാം പ്രഷർ എന്ന് പറയുന്ന ഒരു സാധനം കംപ്ലീറ്റ് എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി. രണ്ടാമത്തെ കാര്യം, ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു സംഭവം എൻ്റെ ലൈഫ് ഡിസ്റ്റൻസിൽ കുറേ അധികം കുറഞ്ഞു. കാരണം
ഓൾറെഡി ഒരു വലിയൊരു ലോയിലൂടെ പോയി. അത് കുറച്ച് സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നു. അതായത് ഇപ്പോൾ തമാശയായിട്ട് പറയാമെങ്കിലും അന്നൊരു വളരെ ബാഡ് ഫേസ് ഓഫ് ടൈം ആയിരുന്നു. കാരണം 4 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് പോലും ഉറപ്പില്ലാത്തൊരു ടൈമായിരുന്നു സെമിസ്റ്റർ 6 വാഷ് ഔട്ട് എന്ന് പറയുമ്പോൾ. ആൻഡ് നമ്മളുടെ അന്നേ എനിക്ക് MBA ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പ്ലേസ്മെൻറ്റിന് ഇരിക്കുന്നില്ല എന്ന് എനിക്ക് അന്നേ ഞാനൊരു ഡിസിഷൻ എടുത്തിരുന്നു സെക്കൻഡ് ഇയർ ആയപ്പോൾ. പക്ഷേ നമ്മളെല്ലാത്തിലും പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലേസ്മെന്റ് ഇരിക്കുന്നില്ലെങ്കിൽ ആൾക്കാർ പറയും, ഓ നിനക്ക് അല്ലെങ്കിലും പ്ലേസ്മെന്റ് ഇരുന്ന എന്ത് കിട്ടാനാണ്, കിട്ടാത്തതുകൊണ്ടാണ് ഇരിക്കാത്തതെന്ന് പറയും, അല്ലെങ്കിൽ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് ആൾക്കാർ പറയും. സോ ആൾക്കാർ ഇങ്ങനത്തെ അസോസിയേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലുള്ള ഒരു അക്കാഡമിക് എക്സ്പെക്റ്റേഷനും കുറച്ച് കുറഞ്ഞു, ആ ഒരു ബെഞ്ച് മാർക്ക് കുറഞ്ഞു. അതുകൊണ്ട് എൻ്റെ റിസ്ക് അപ്പറ്റേറ്റ് കൂടി, ആൾക്കാരുടെ എൻ്റെ മുകളിലുള്ള എക്സ്പെക്റ്റേഷൻസ് കൂടി. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്താലും, എന്ത് ഒരു ഫാൻസി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്താലും കുറേയൊക്കെ ആൾക്കാർ ഇവൻ ഇങ്ങനെയൊക്കെ തന്നെ ആണ് എന്നുള്ളൊരു സാധനം ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്തു. സോ ദാറ്റ് ഹാസ് ഹെൽപ്പ് മീ എ ലോട്ട്. ആ ഒരു കോളേജ് കാലഘട്ടം നല്ലോണം ഹെൽപ്പ് ചെയ്തു. പക്ഷേ താങ്ക്ഫുള്ളി എനിക്ക് 4 വർഷത്തിൽ എനിക്ക് ലാസ്റ്റ് സെമിസ്റ്ററിൽ 4 സബ്ജക്റ്റ് ആയിരുന്നു ഉള്ളത്. പ്രൊജക്റ്റും 4 സബ്ജക്റ്റുമാണ്. എനിക്ക് 10 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. 10 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 10 സബ്ജക്റ്റ് ഞാൻ ബാക്ക് ടു ബാക്ക് എഴുതി. ക്യാറ്റിൻ്റെ റിസൾട്ട് വന്നു. ക്യാറ്റിൻ്റെ റിസൾട്ട് വാസ് ഗുഡ്. പക്ഷേ അപ്പോഴും എനിക്ക് എല്ലാ സബ്ജക്റ്റും ഞാൻ പാസ്സായിട്ടില്ല. അപ്പോൾ അതൊരു ആംബിഗ്വിറ്റി ഫേസ് ആയിരുന്നു. കാരണം എല്ലാം പാസ്സായില്ലെങ്കിൽ നമുക്ക് ക്യാറ്റിന് മാർക്ക് ഉണ്ടെങ്കിലും അഡ്മിഷൻ കിട്ടില്ല. സോ താങ്ക്ഫുള്ളി എല്ലാം ഒരുമിച്ച് വന്നു, എല്ലാ സബ്ജക്റ്റും പാസ്സാവാൻ പറ്റി. ആൻഡ് IIMൽ കയറാൻ പറ്റി. സോ ദിസ് ഈസ് വാട്ട് ഷേപ്പ് മീ, ടു ബി ഓണസ്റ്റ്. ഐ മീൻ ഈ ഒരു ഡിസിഷൻസ് എടുക്കാൻ, ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ എന്നെ ഷേപ്പ് ചെയ്തത് ഈ ഒരു ഫാക്ടറാണ്. ഇപ്പം സാഹിൽ പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് 2 സപ്ലി വന്നിട്ടുണ്ട് ഒറ്റയ്ക്ക്. രണ്ടല്ല, ആക്ച്വലി 4 ഒരുമിച്ച് വന്നു. അത് ഡെങ്കി വന്ന കാരണം കുറേ എക്സാം എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ഈ സപ്ലി വരുന്നതിൻ്റെ മെയിൻ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ആ സപ്ലി അടിക്കുമ്പോൾ സമയത്തുള്ള പ്രശ്നമല്ല, പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്തില്ലേ, നമുക്കറിയാവുന്ന കുറേ പിള്ളേരുണ്ട് അപ്പുറത്ത്, അവരിലേക്ക് നോക്കും, ഇതിനെന്താ വേറെ പണിയൊന്നും ഇല്ലേ, ഈ സീനിയർ അതാണ് ആ ജൂനിയേഴ്സിന് നോട്ടമാണ് മെയിൻ പ്രശ്നം. അപ്പം അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് സാധനം നേരിടാൻ പറ്റും ആ ഒരു തോന്നൽ വരും. നമ്മൾ ഈ കോമിക്കലി എല്ലാവരും പറയല്ലോ ഒരു സപ്ലി ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞാൽ, സപ്ലി ഒക്കെ വേണമെന്ന് പറയും. അത്ര എളുപ്പമുള്ള സപ്ലി അടിക്കാതെ വീട്ടിലേക്ക് പാസ്സാകാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഒരു രസത്തിന് വേണ്ടി ഈ ഒരു ഇതിന് താളം പിടിക്കാൻ വേണ്ടി നിങ്ങളൊരു സപ്ലൈ അടിക്കണമെന്ന് വിചാരിച്ചു അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സപ്ലൈ അടിക്കാതെ വീട്ടൊക്കെ ഉണ്ടെങ്കിൽ സമാധാനം, അല്ലെങ്കിൽ ഏത് ഡിഗ്രി ആണെങ്കിലും നല്ലത്. ഈ സപ്ലൈ അടിച്ചു പോയാലും ദാറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് ദി വേൾഡ്. സപ്ലൈ അടിച്ചു പോയി കഴിഞ്ഞാലും നിങ്ങളത്, ഞാൻ വേറൊരു കോമഡി പറയുകയാണെങ്കിൽ, എനിക്ക് IIMൽ അഡ്മിഷൻ കിട്ടാൻ കാര്യം ഈ സപ്ലൈ അടിച്ചതുകൊണ്ടാണ്. അത് ഇന്റർവ്യൂ സമയത്ത് എന്തെങ്കിലും എക്സാക്ട്ലി. കാരണം ഞാൻ 11 B സ്കൂളിൻ്റെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ IIMs ആണെങ്കിലും ഇന്ത്യയിൽ ഇപ്പോൾ 21 IIMs ഉണ്ട്. അപ്പോൾ ഓരോ IIMsഉം ചില IIMs ഒരുമിച്ചാണ് ഇൻ്റർവ്യൂ നടത്തുക. പക്ഷേ എനിക്ക് IIM ഇൻഡോർ, കോഴിക്കോട്, പിന്നെ കുറച്ച് IIMസിൻ്റെ ഒരുമിച്ചുള്ളത്. ഞാൻ ഇർമയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. എനിക്ക് റൂറൽ മാനേജ്മെൻറ്റ് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കുറേ ഇൻ്റർവ്യൂസിന് ചോദിക്കുന്ന സാധനം, ടെൽ മീ സംതിങ് ഇൻട്രസ്റ്റിംഗ് അബൌട്ട് യുവർ സെൽഫ്. അപ്പം എനിക്കറിയാം ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ അവരെന്തായാലും എൻ്റെ മാർക്ക് ഷീറ്റ് നോക്കി കണ്ടുപിടിക്കും. അവരെൻ്റെ അടുത്ത് അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുന്നത്, നീ എന്തിനായി സബ്ജക്റ്റ് പൊട്ടിയത്, നീ അക്കാഡമിക്സ് മോശമാണല്ലോ എന്ന്. ഞാൻ അങ്ങോട്ട് തന്നെ പറയും, ഐ ഹാവ് ഫെയിൽഡ് ഇൻ ഓൾ 6 സബ്ജക്ട്സ് ഡ്യൂറിങ് മൈ സെമിസ്റ്റർ 6. അപ്പോൾ അവർ തന്നെ സർപ്രൈസ്ഡ് ആവും, ഇവനെന്താ ഇങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കഥ പറയും. അതായത് ഞാൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു, ആ ഒരു സംഭവം. സോ ഇറ്റ് ഹാസ് ഹെൽപ്പ് മീ ടു ബി ഓണസ്റ്റ്. അറ്റ്ലീസ്റ്റ് ഇപ്പം എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈവൻ എൻ്റെ സാംസങ്ങിൻ്റെ ഇൻ്റർവ്യൂവിന് പോലും ഞാൻ പറഞ്ഞ ഒരു കഥയാണ്, ടെൽ മീ സംതിങ് ഇൻട്രസ്റ്റിംഗ് അബൌട്ട് യുവർ സെൽഫ്. ഞാൻ പറഞ്ഞത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ 6 സബ്ജക്റ്റ് പൊട്ടി എന്നുള്ളതാണ്. സോ ആൻഡ് ടു ബി ഓണസ്റ്റ് അത് എനിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ പേഴ്സണലിയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കേരള റെസ്ക്യൂവിൻ്റെ പാട്ടാന്ന് പറഞ്ഞില്ലേ, അപ്പം അത് ഫൗണ്ട് ചെയ്തത് സാഹിലായിരുന്നു. ഫൗണ്ടർ എന്നല്ല, നമ്മളൊരു ഫൗണ്ടിങ് ടീമായിരുന്നു. അതായത് കേരള റെസ്ക്യൂ ഡോട്ടിന് ശരിക്കും ഒരു 4-5 ദിവസത്തിൽ ഒരുപാട് ഇവോൾവ് ചെയ്ത് വന്നൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മളുടെ ഇനിഷ്യൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ അന്നൊരു ഇവന്റ് കൊച്ചിയിൽ നടത്താമെന്ന് ഫ്ലഡ് വരുന്നതിന് മുന്നേ. പക്ഷെ ഫ്ലഡിന്റെ ഡേറ്റിലെ ഇവന്റ്, അതായത് ഓഗസ്റ്റ് 9, 8, 9, 10 ഫിസാറ്റ്, ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് ഇവന്റ് നമ്മൾ പ്ലാൻ ചെയ്തത്. AKC എന്ന് പറയും, നമ്മുടെ IEEEയുടെ ഒരു ഓൾ കേരള സ്റ്റുഡൻറ് കോൺഗ്രസ്. അപ്പോൾ അതിന് നമ്മൾ മലബാറിൽ, അതായത് നോർത്ത് നിന്ന് കുട്ടികൾ വരും, സൗത്ത് നിന്ന് കുട്ടികൾ വരും, എല്ലായിടത്തും കുട്ടികൾ വരും. അപ്പോൾ ഈ കുട്ടികളെല്ലാം അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ പരിപാടിക്ക് വരാം. 3 ദിവസത്തെ റെസിഡൻഷ്യൽ പരിപാടിയാണ്. അപ്പം അതിൻ്റെ അന്നത്തെ നമ്മളുടെ ചീഫ് ഗസ്റ്റ് 2 IAS ഓഫീസേഴ്സ് ആയിരുന്നു. അവർ ഫ്ലൈറ്റിലാണ് കൊച്ചിയിൽ വരുന്നത്. അപ്പോൾ സിയാൽ ഒന്ന് ക്ലോസ് ചെയ്തപ്പോൾ പെട്ടെന്ന് നമ്മളുടെ ഗ്രൂപ്പിൽ എല്ലാവരും ഡിസ്കസ് ചെയ്തു. ഐ മീൻ നമ്മുടെ കോർ ടീം, അന്ന് ഞാൻ IEEEയുടെ ആ ഒരു കോർ ടീമിലുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തു ഇവൻറ്റ് കോൾ ഓഫ് ചെയ്യണോ വേണ്ടെന്നുള്ളത്. പക്ഷേ ഫ്ലഡ് സിറ്റുവേഷൻ കൂടും, അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ സേഫ്റ്റി എല്ലാം വിചാരിച്ചിട്ട് നമ്മൾ അപ്പോൾ തന്നെ ഇവൻറ്റ് കോൾ ഓഫ് ചെയ്തു. അപ്പം ഒരു 250-300 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഇവൻറ്റാണ്. ഇപ്പോൾ ഇത്രയും പേരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ഫുൾ എനർജിയിലിരിക്കുക. എല്ലാവരും പറയാം, നമ്മൾ 3 ദിവസം അടിച്ചു പൊളിക്കേണ്ടായിരുന്നു, ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്.
അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും നമുക്ക് കുറേ വോളണ്ടിയേഴ്സ് ഉണ്ട്, വിൽ ക്രിയേറ്റ് എ വെരി സിമ്പിൾ വെബ്സൈറ്റ്. ഓക്കെ, നമ്മൾ തന്നെ IEEEയിൽ 2 ഗൂഗിൾ ഫോം ഇടും. ഒരു ഫോമിൽ നമ്മളുടെ വോളണ്ടിയേഴ്സിന് രജിസ്റ്റർ ചെയ്യാം, അതായത് താല്പര്യമുള്ളവർക്ക് അവരുടെ ഡിസ്ട്രിക്റ്റും അവരുടെ കോൺടാക്ട് നമ്പറും ഒക്കെ കൊടുത്തിട്ട് അവർക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പുറത്ത് പബ്ലിക്കിന് ഓപ്പൺ ആയി കൊടുക്കാം. പബ്ലിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ട് എന്ത്, എനിക്ക് വെള്ളം വേണം, അല്ലെങ്കിൽ അതായത് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ വാസ് ഓൾസോ ആൻ ഇഷ്യൂ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. സോ എനിക്ക് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ വേണം, അല്ലെങ്കിൽ എനിക്ക് സാനിറ്ററി നാപ്കിൻസ് വേണം, അത് രജിസ്റ്റർ ചെയ്യാം. സോ ദാറ്റ് വി ക്യാൻ ഡു എ ലൈക്ക് ഷാദി.com അവിടെ. ഇതായിരുന്നു നമ്മളുടെ ഒരു ഉദ്ദേശം. പക്ഷേ ഇങ്ങനെ തുടങ്ങിയൊരു സാധനം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ കുറേ വോളണ്ടിയേഴ്സിൻ്റെ കോൺടാക്ട് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വെബ്സൈറ്റിൽ. ഫ്ലഡ് വളരെയധികം സീരിയസ് ആയി. വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് വെരി സീരിയസ് കോൾസ് ലൈക്ക് കഴുത്ത് വരെ വെള്ളം എത്തി നിൽക്കുകയാണ്, വാട്ട് ഷുഡ് വി ഡു. അപ്പം വി അണ്ടർസ്റ്റുഡ് ദാറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ പോയി, കാരണം ഇതിൽ എന്തായാലും ഗവൺമെൻറ് വരണമെന്ന് പറഞ്ഞു. സോ വി ട്രൈ ടു ബ്രിങ് ഇൻ ദി ഗവൺമെൻറ്. സോ ഗവൺമെൻറ് വന്നു, ഓപ്പൺ സോഴ്സ് ആയി. ആൻഡ് ദെൻ ആ ഒരു ഇനിഷ്യൽ ഫേസ് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഒരു പിക്ചർ, എൻ്റെ ഒരു ഇത് അവിടെ കഴിഞ്ഞു. പിന്നെ ഉള്ളത് ഫുള്ള് ഗവൺമെൻറ് ഏറ്റെടുത്തു. അതൊരു ഒരു കേരളത്തിലൊരു വലിയൊരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റായി ഒരുപാട് ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് കൂടി. സോ ഇനിഷ്യലി ഈ 2 ഫീച്ചർ ഉണ്ടായിരുന്നുള്ളെങ്കിലും പിന്നീട് ഒരു മിസ്സിംഗ് പേഴ്സണെ കണ്ടുപിടിക്കാം, ആധാർ നമ്പർ അടിച്ചാൽ ഏത് റിലീഫ് ക്യാമ്പിലാണുള്ളത്, ഓരോ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെയും കളക്ഷൻ പോയിന്റിൽ എന്തൊക്കെയാണ് റിക്വയർമെൻ്റ് ഉള്ളത്, പിന്നെ നമ്മുടെ മാപ്സ് എവിടെയൊക്കെയാണ് ഫ്ലഡ് കൺസ്ട്രെയിൻസ് ആയിട്ടുള്ളത് എന്നുള്ളതും, ഇങ്ങനെയുള്ളൊരു വലിയൊരു 10-12-15 ഫീച്ചേഴ്സ് ഉള്ളൊരു വലിയൊരു വെബ്സൈറ്റായി അത് മാറുകയാണ് ചെയ്തത്. സോ ഇങ്ങനെയായിരുന്നു Kerala.Rescue.inൻ്റെ ഒരു സ്റ്റാർട്ടിങ്. എഗെയിൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ പാർട്ടായതുകൊണ്ട് വന്നൊരു ആക്സിഡൻ്റൽ സാധനമാണ്. നമ്മളൊരു ചെറിയൊരു തോട്ടായിരുന്നു, ഒരു സിമ്പിൾ പോർട്ടൽ ഫോർ, ഞാൻ പറഞ്ഞൊരു മാച്ച് മേക്കിംഗ്. അവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്തതാണ് ആക്ച്വലി. നമ്മൾ ഓപ്പൺ കേരളോട്ട് വരുമ്പോഴേക്കും ലൈക്ക് എങ്ങനെയായിരുന്നു സാഹിലിൻ്റെ ഫസ്റ്റത്തെ ഒരു ടീം അസംബിൾ ചെയ്തത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ടീം അസംബിൾ ചെയ്തത് ഞാൻ MEC തന്നെ അസംബിൾ ചെയ്തത്. കാരണം എനിക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു സംഭവം, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ B സ്കൂളിലും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് ടെക് റിക്വയർമെൻ്റ് ഉണ്ടെങ്കിലും ഞാൻ ഫോൾ ബാക്ക് ചെയ്യുന്നത് എൻ്റെ IEEE കമ്മ്യൂണിറ്റിയിൽ ഇതുള്ളതുകൊണ്ട് ഞാൻ കേരളത്തിലെ തന്നെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റീസിനെ റീച്ച് ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ MECയിൽ ആരെങ്കിലും റീച്ച് ഔട്ട് ചെയ്ത് ഇങ്ങനത്തെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, ഇതിൽ പറ്റിയ ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കും. ഇനി ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ആണ്, പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ എൻ്റെ B സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പോകും. സോ ഈ ഒരു 2 സാധനം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ സാംസങ്ങിലുള്ള സമയത്ത് തന്നെ എനിക്ക് ശരിക്കും ഇങ്ങനൊരു ആശയം ഉണ്ടായിരുന്നു. അതായത് ഖാൻ അക്കാഡമിയാണ് നമ്മളുടെ ഒരു വലിയൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തും എക്സാമിൻ്റെ തലേന്ന് ബിഞ്ച് വാച്ച് ചെയ്യുന്ന ഒരു സാധനം ഖാൻ അക്കാഡമി ആയിരുന്നു. എസ്പെഷ്യലി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാർനോട്ട് ഹീറ്റ് എഞ്ചിനൊക്കെ ഞാൻ പഠിച്ചത് കറക്റ്റാണ് ഖാൻ അക്കാഡമിയിൽ എങ്ങനെ അവർ അത് കാണിച്ചു തന്നെന്നുള്ളത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഞാനിങ്ങനെ പഠിക്കുന്നുണ്ടായിരുന്നു. സാൽഖാൻ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതൊരു ഫൗണ്ടേഷനാണ്. സോ സമ്മൺ എൽസ് ഈസ് പേയിങ് ഫോർ ദാറ്റ്, കസ്റ്റമേഴ്സ് ഈസ് നോട്ട് പേയിങ് ഫോർ ദാറ്റ്. സോ ഈ ഒരു മോഡലിനെ കുറിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ തലയിലിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കുണ്ടായിരുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ കാറ്റ് ഞാൻ പേഴ്സണലി ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് കാറ്റ് ക്രാക്ക് ചെയ്ത ഒരുപാട് ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സിലുണ്ട്. സോ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി കൊണ്ടുവന്ന് കുറേ ആൾക്കാരെ കൊണ്ട് സപ്പോർട്ട് ചെയ്യിപ്പിക്കാം, വീഡിയോസ് ഉണ്ടാക്കാം. സോ അങ്ങനത്തെ ഉള്ളൊരു ചെറിയൊരു ആശയം ഉണ്ടായിരുന്നു. പക്ഷേ ടെക്ക് ആര് ബിൽഡ് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ അഗെയിൻ MECയിൽ അന്ന് ഫസ്റ്റ് ഇയേഴ്സ് കയറിയിട്ടുണ്ടായിരുന്ന ഒരു ടീം ഉണ്ടായിരുന്നു, ഒരു ജമാൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഒരു ടീം ഉണ്ടായിരുന്നു MECയിൽ നിന്ന് തന്നെ. അപ്പം ഞാനൊരു ദിവസം ഇതിനു വേണ്ടി കൊച്ചിയിൽ വന്നു. എന്നിട്ട് ടോണിക്കോ കഫേയിൽ നമ്മൾ മീറ്റ് ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം അന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല ഇത് എങ്ങനെയാണ് ഒരു എഡ്യൂടെക് ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ ചോദിച്ചത്, അന്ന് I didn't know much about white label solutions which are available out there. I thought we'll have to build everything from scratch. അതായിരുന്നു നമ്മളുടെ ഒരു തോട്ട് പ്രോസസ്സ്. സോ ഞാൻ ചോദിച്ചു, നമുക്കൊരു ഖാൻ അക്കാഡമി റെപ്ലിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരും കുറച്ച് ടെൻസ്ഡായി. ഇത് 4-5 പേരെ വന്നിട്ട് ടോണിക്കോയിലൊരു ബർഗർ വാങ്ങി കൊടുത്തിട്ട് ഖാൻ അക്കാഡമി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ. പക്ഷേ അവിടെ നിന്ന് അവരുടെ കുറേ ഇൻപുട്സ് കിട്ടി. അറ്റ്ലീസ്റ്റ് എനിക്ക് മനസ്സിലായി ചില സാധനങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല എന്ന് മനസ്സിലായി. പക്ഷേ പിന്നീട് ഒരു 3-4 മാസം ചെയ്തപ്പം I understood that നമ്മളിതൊരു പാർട്ട് ടൈം ആയിട്ടൊരു സാധനം ചെയ്യുന്ന സമയത്ത് അഗെയിൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, I am not a good മൾട്ടി ടാസ്കർ. ഞാൻ സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്തപ്പോൾ എൻ്റെ അക്കാഡമിക്സ് പോയത് കണ്ടു. മേ ബി അതുകൊണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് പറ്റുന്നുണ്ടാവും. ബട്ട് പേഴ്സണലി വാട്ട് ഐ ഫീൽ ഈസ് എസ്പെഷ്യലി സംതിങ് ലൈക്ക് വാട്ട് ഐ ആം ബിൽഡിങ് പുതിയ സെക്ടറാണ്. ആർക്കും എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഒരു 99% ആൾക്കാർക്കും ഒരു ഐഡിയ ഇല്ലാത്ത സെക്ടറാണ് സോഷ്യൽ സെക്ടർ. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ അവർ പറയും ഒരു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്, അത് ചെയ്യാം ഇത് ചെയ്യാം, VC ബ്ലൂം എന്നൊക്കെ ചിലപ്പോൾ പറയും. നമ്മൾ സോഷ്യൽ സെക്ടറിനകത്ത് ഇപ്പം എല്ലാവർക്കും അങ്ങനെ അതിൻ്റെ ബാക്കിൽ നടക്കുന്നതെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഇപ്പം അതൊരു ഒരു സ്കാം ആണോ അല്ലെങ്കിൽ ഇത് പുറകിൽ ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ.
ഇത് ശരിക്കും ഒരു ഇന്ത്യയിൽ മൊത്തമുള്ളൊരു പ്രോബ്ലം ആണ്. ബട്ട് അറ്റ് ദി സെയിം ടൈം ചില മെട്രോ സിറ്റീസിലൊക്കെ കുറച്ചുകൂടെ അവയർനെസ് ഉണ്ട് ശരിക്കും. ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നോൺ പ്രോഫിറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഡൽഹിയിലാണ്, പിന്നെ മുംബൈയിലാണ്, പിന്നെ ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടെയൊക്കെ കുറച്ചുകൂടെ അവയർനെസ് ഉണ്ട്. ഈ കുറച്ചൊരു ഡെമോക്രറ്റൈസേഷൻ വരുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ എസ്പെഷ്യലി ഞാൻ കണ്ടിട്ടുള്ളത് ആൾക്കാരുടെ ഡയറക്റ്റ് അസോസിയേഷൻ ടു നോൺ പ്രോഫിറ്റ് ഈസ് ഹങ്കർ ഫീഡിങ്. ഓക്കെ. അതായത് കൊടി പിടിക്കാൻ പോവുക, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുക. ഇത് ഇറ്റ്സ് എ വെരി നോബിൾ കോസ്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദർ ഇസ് സംതിങ് മോർ ടു ഇറ്റ്. നമ്മൾ സോഷ്യൽ സെക്ടർ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് സെക്ടറിനെ ഹങ്കർ ഫീഡിങ്ങും അല്ലെങ്കിൽ ചാരിറ്റിയും മാത്രമായിട്ട് കാണുകയാണെങ്കിൽ അവിടെയുള്ള വലിയൊരു സ്കോപ്പും വലിയൊരു മാർക്കറ്റ് നമ്മൾ ശരിക്കും ഈസിലി മിസ് ചെയ്യാണ്. പിന്നെ വേറൊരു വലിയൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പ്രോഫിറ്റ് സെക്ടറിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത്. അതായത് യു കാൺട്ട് ചാർജ് കസ്റ്റമേഴ്സ് സംതിങ് എന്നുള്ളതാണ്. ഇപ്പം ഉദാഹരണത്തിന് മിട്ടി കാഫേക്ക് ഇപ്പോൾ ഏതാണ്ട് 60 മുകളിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. നിങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് എ മിട്ടി കാഫേ ഔട്ട്ലെറ്റ് ഇൻ ബാംഗ്ലൂർ. നിങ്ങൾ സുപ്രീം കോർട്ടിൽ പോയി കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് ആൻ ഔട്ട്ലെറ്റ്. IIM ബാംഗ്ലൂരിനകത്ത് ഔട്ട്ലെറ്റ് ഉണ്ട്. വിപ്രോ കോർപ്പറേറ്റ് ഓഫീസസിലൊക്കെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഇറ്റ്സ് റൺ ബൈ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, അലീന ആലം എന്നാണ് പേര്. പുള്ളിക്കാരി ഷീസ് എ സോഷ്യൽ ഓൺടർപ്രണർ, Forbes 30 സോഷ്യൽ ഓൺടർപ്രണർ. ശരിക്കും ഒരു Forbes 30 ട്രാക്ക് തന്നെ ഉണ്ട് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ്. ആൻഡ് പുള്ളിക്കാരിയുടെ തീം ഈസ് ഇത് കംപ്ലീറ്റ്ലി റൺ ചെയ്യുന്ന ഡിഫറെൻ്റ് ലേബിൾഡ് ആൾക്കാരാണ്. ആൻഡ് ഹി ഹാസ് എംപ്ലോയിഡ് 5,000 പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി ഇതുവരെ മിട്ടി കാഫേ 60 ഔട്ട്ലെറ്റ്സ് ഇൻക്ലൂഡിങ് ഈ പറയുന്ന പ്രൈം ലൊക്കേഷൻസിൽ. അപ്പം നമ്മൾ വിചാരിക്കും കാല് വയ്യാത്ത അല്ലെങ്കിൽ കൈ വയ്യാത്ത ആൾക്കാരുടെ ഒരു സിമ്പതി കണ്ടിട്ടായിരിക്കും അവിടെ ആൾക്കാർ പോയിട്ട് ചായ കുടിക്കുന്നതെന്ന്. പക്ഷേ അല്ല, നിങ്ങൾ ഒരു തവണ മിട്ടി കാഫേ പോയാൽ ജസ്റ്റ് ഫോർ ദി ക്വാളിറ്റി ഓഫ് ദി ഫുഡ് ആൻഡ് ദി പ്രൈസ് പോയിന്റ് യു വിൽ വിസിറ്റ് ഇറ്റ് അഗെയിൻ. അപ്പോൾ അത്ര നല്ല സർവീസ് കൊടുക്കുന്ന അങ്ങനത്തെ മോഡൽസ് ഉണ്ട് നമുക്ക് നോൺ പ്രോഫിറ്റ്. ഈ നോൺ പ്രോഫിറ്റിനകത്താണെങ്കിൽ എങ്ങനെ അവർക്ക് ഇപ്പോൾ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ എന്തായാലും എക്സ്പെൻസസ് വരുമല്ലോ. അതെ. ഈ ഒരു എക്സ്പെൻസ് എവിടെ നിന്നാണോ? ഇപ്പോൾ CSR ഫണ്ടാണോ അതോ വേറെ എന്തെങ്കിലും? ശരിക്കും ഈ നോൺ പ്രോഫിറ്റ് സെക്ടറിൽ ഇപ്പം ഞാൻ പറഞ്ഞ മിട്ടി കാഫേയുടെ മോഡൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ മിട്ടി കാഫേ പോയിട്ടൊരു ചായ വാങ്ങിയാൽ നിങ്ങൾ ചായക്ക് 10-20 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് വൺ സോഴ്സ് ഓഫ് റവന്യൂ, റൈറ്റ്? പക്ഷേ ഇത് മാത്രം വെച്ചിട്ടല്ല എല്ലാവരും റൺ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് സേ an NGO which is working with the sex workers of Mumbai. അപ്പോൾ ഇതിലിപ്പോൾ സെക്സ് വർക്കേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളിപ്പോൾ അവർക്ക് കൊടുക്കുന്നത് ഡിജിറ്റൽ ലിറ്ററസി ആണെന്ന് വിചാരിക്കുക. അവരെ എംപവർ ചെയ്യാൻ, അവരെ അതിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് പൈസ ചോദിക്കാൻ പറ്റില്ല. കാരണം ദേ ഡോണ്ട് ആസ്ക് ഫോർ ദി സർവീസ്. നമ്മളാണ് അങ്ങോട്ട് പറയുന്നത് നിങ്ങളിത് ചെയ്യണം, അങ്ങനെ ചെയ്യാണ്. അപ്പം ദർ ആർ ലൈക്ക് ദി അതർ പീപ്പിൾസ് ഹു പേ ആൻഡ് ഇറ്റ് കംസ് ടു ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ കോർപ്പറേറ്റ് ഇപ്പോൾ 2013 CSRలో വന്നതിൽ പിന്നെ 500 crore ടേൺ ഓവറിന് മുകളിലുള്ള കമ്പനീസ് ഹാവ് ടു സ്പെൻഡ് 2% ഈ ഒരു CSRസിന് വേണ്ടി. അപ്പോൾ CSRസിൽ നമുക്ക് ഫണ്ട് എടുക്കാം. പിന്നെ ദർ ആർ ലൈക്ക് അൾട്രാ HNIs, ഐ മീൻ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ഹു കോൺട്രിബ്യൂട്ട് എ ലാർജ് പെർസെൻറ്റേജ് ഓഫ് ദർ മണി ഇൻ ടു ഫിലാന്ത്രപ്പി. രത്തൻ ടാറ്റ എല്ലാവർക്കും അറിയാവുന്നൊരു എക്സാമ്പിൾ ആയിരിക്കും. പക്ഷേ ദർ ആർ thousands ഓഫ് സച്ച് പീപ്പിൾ. ദെൻ ഫോറിൻ ഫാമിലി ഫണ്ട്സ് ഒരുപാട് ഫാമിലി ഫണ്ട്സ് ഉണ്ട്, ഒരുപാട് ഫോറിൻ ഫാമിലി ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫണ്ട് എടുക്കാം. പിന്നെ ദർ ആർ ലോട്ട് ഓഫ് ഗ്രാൻസ് അവൈലബിൾ, ഇന്റർനാഷണൽ ഗ്രാൻസ് ഉൾപ്പെടെ ഒരുപാട് ഗ്രാൻസ് ഉണ്ട് വിച്ച് ഫ്യൂവൽസ് ഈ പറയുന്ന നോൺ പ്രോഫിറ്റ് സെക്ടർ. ഇപ്പം CSR മാത്രം എടുത്താൽ എല്ലാ വർഷവും ഇയർ ഓൺ ഇയർ 10% മുകളിൽ ഗ്രോ ചെയ്യുന്ന ഒരു ഫണ്ടാണ് ഈ CSR ഫണ്ടെന്ന് മാത്രം പറയുന്നത്. അപ്പോൾ ദർ ആർ ഇനഫ് ക്യാപിറ്റൽ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സോഷ്യൽ സെക്ടറിൽ ദർ ആർ ഓൺലി വെരി ഫ്യൂ പ്ലെയേഴ്സ് ഹു മേക്ക് യൂസ് ഓഫ് ഈ പറയുന്ന മണി. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, യങ് പീപ്പിൾ ലൈക്ക് അസ് ഷുഡ് കം ഇൻ ടു ദി സെക്ടർ only then, and we have to educate the funders that നിങ്ങളിപ്പോഴും ഫണ്ട് ചെയ്യേണ്ടത് മിയർ ഹങ്കർ ഫീഡിങ്ങിനോ മറ്റൊന്നോ അല്ല, ബട്ട് കൂടുതൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ടെക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നോൺ പ്രോഫിറ്റ്സ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കാര്യ എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അദാലത്ത് ഈസ് എ നോൺ പ്രോഫിറ്റ്. ഇപ്പം ഇന്ത്യയിലുള്ള ഒരുപാട് കോഡ്സിൽ അവർ അവൈലബിൾ ആണ്. ഇറ്റ്സ് എ ടെക് ഫസ്റ്റ് തിങ് വെയർ ഒരു AI ബേസ്ഡ്, അതായത് മൊത്തം ഒരു കോർട്ട് റൂമിൽ നടക്കുന്ന കംപ്ലീറ്റ് ഇൻട്രാക്ഷൻസിൻ്റെ ഒരു മിനിറ്റ്സ് ഉണ്ടാക്കുന്ന സംഭവമാണ്. ആൻഡ് അതിനകത്ത് OCR ടൂൾസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. യു കാൺട്ട് യൂസ് ഓപ്പൺ AI ഓർ സംതിങ് എൽസ് ബിക്കോസ് ദേ ഹാവ് ടു ബിൽഡ് ദെയർ ഓൺ AI. കാരണം സെൻസിറ്റീവ് ഡാറ്റയാണ് ആൻഡ് ഒരുപാട് ട്രെയിൻ ചെയ്ത ഒരു മോഡലായിരിക്കണം. അപ്പോൾ അവർ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഉത്കർഷ് സാക്സനെ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സെയിം സെക്സ് മാരേജ് ഇൻ ഇന്ത്യ ലീഗലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള പെറ്റീഷൻ ഫയൽ ചെയ്ത് സുപ്രീം കോർട്ട് ലോയറാണ്. ഇസ് എൻ ഓക്സ്ഫോർഡ് എഡ്യൂക്കേറ്റഡ് ഗൈ. ഞാൻ നഡ്ജിൽ പോയപ്പോൾ കണ്ടത് ദർ ആർ ലോട്ട് ഓഫ് ഹാർവാർഡ് സ്റ്റാൻഫോർഡ് അലുംസ് who have quit their jobs from US and they are coming to India and building something. Okay. And when they are building something, it's not merely hunger feeding thing. There are a lot of tech first quality products which are being built in the social sector. A lot of them are revenue generating as well. Okay. And ഇപ്പം നമ്മൾ പുഷ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ ഇൻക്യുബേറ്റേഴ്സ് തന്നെ നമ്മളോട് പറയുന്നത്, if you can find some revenue source, it's a good thing. You can still be a non-profit.
ഐ മീൻ ഇപ്പം എട്ടക്കൊക്കെ എസ്പെഷ്യലി നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസസ് ഇല്ല. ഓരോ ഇൻക്രിമെന്റൽ സ്റ്റുഡൻറ്റ് വരുന്നതിന് ശരിക്കും എക്സ്പെൻസസ് ഇല്ല. ബട്ട് സ്റ്റിൽ വി ആർ ചാർജിങ് സ്റ്റുഡൻസ് 1 lakh 1.5 lakhs. അപ്പം അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നോൺ പ്രോഫിറ്റ് മോഡൽ വെച്ച് കഴിഞ്ഞാൽ പൈസ വാങ്ങിക്കൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കറന്റ് ഓപ്പൺ ഗ്രാഡ് ഫ്രീ ആയിട്ടാണല്ലോ, കറന്റ് ഫ്രീ ആയിട്ടാണല്ലോ. അപ്പം ഓപ്പൺ ഗ്രാഡിന്റെ വോളണ്ടിയേഴ്സ് ഇപ്പോൾ പെയ്ഡ് ആണോ അതോ എങ്ങനെ അവർ നമുക്ക് ആക്ച്വലി ഒരു ഓപ്പൺ ഡാഡിന്റെ മോഡൽ പറയുകയാണെങ്കിൽ ഓപ്പൺ ഡാഡ് ഇപ്പം നമുക്കൊരു 3 ഡിസ്ട്രിബ്യൂഷൻ മോഡലിലാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പം എല്ലാം ഇൻഡിപെൻഡൻറ്റ് ബാച്ചസ് ആയിരുന്നു. അതായത് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിനെ നമ്മൾ സോഷ്യൽ മീഡിയ ത്രൂ ഒക്കെ വരുന്ന കുട്ടികളെ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് പാർട്ട്നേഴ്സ് ത്രൂ വരുന്ന കുട്ടികളെ നമ്മൾ കൊഹോർട്സ് ആയിട്ട് തിരിച്ച് അവർക്ക് ലൈവ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ആക്സസ് കൊടുക്കും സോ ദാറ്റ് ദേ ഗെറ്റ് മോക്ക് ആൻഡ് ഓൾ ദീസ് തിങ്സ്. നമ്മുടെ USP എന്ന് പറയുന്നത് മെന്റർഷിപ്പ് ആയിരുന്നു. ആൻഡ് അത് പെയ്ഡ് അല്ല, ഇൻ ദ സെൻസ് വോളണ്ടിയേഴ്സ് പെയ്ഡ് അല്ല, ഇപ്പോഴും പെയ്ഡ് അല്ല. ഇല്ലില്ല, വോളണ്ടിയേഴ്സിന് നമ്മൾ പേ ചെയ്യുന്നില്ല. അത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊളാബറേഷൻ ത്രൂ ആണ് ചെയ്യുന്നത്. അതായത് എല്ലാ കോളേജിലും ഒരു സോഷ്യൽ ക്ലബ്ബ് ഉണ്ടാവും, പേരിനെങ്കിലും ഉണ്ടാവും. അവർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള വേറെ. പക്ഷേ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് MECയിൽ ഒരു സോഷ്യൽ ക്ലബ്ബ് ഉണ്ടെന്ന് വിചാരിക്കുക. MECയിൽ സോഷ്യൽ ക്ലബ്ബ് മാത്രമല്ല ഉള്ളത്, MECയിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. നിങ്ങളുടെ പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്, എൻടേം ഉണ്ട്. നിങ്ങൾ ഒരു സ്കൂളിൽ ഒരു വീക്കെൻഡ് പോയി പഠിപ്പിക്കും, അടുത്ത വീക്കെൻഡ് നിങ്ങൾക്ക് അവിടെ പോയി പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് വേറെ എൻഗേജ്മെൻറ്റ് ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ ആഴ്ചയും സ്കൂളിൽ പോയി പഠിപ്പിക്കലല്ല നിങ്ങളുടെ പണി, അല്ലേ? അപ്പം നിങ്ങൾ സോഷ്യലി കോൺഷ്യസ് ആണെങ്കിൽ യു കാൺ കോൺട്രിബ്യൂട്ട്. കാരണം അവിടെ ആ ഒരു ഓഫ്ലൈൻ ലിമിറ്റേഷൻ, നിങ്ങളുടെ ടൈം കൺസ്ട്രെയിൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ Tier 1 കോളേജസിൽ ഇപ്പം നമ്മുടെ IIMs ആയിട്ടും നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസും ആയിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ട് അവരുടെ സോഷ്യൽ ക്ലബ്ബായിട്ട് ചേർന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ വെരി സോളിഡ് ആക്ടിവിറ്റി ഫോർ ദി സോഷ്യൽ ക്ലബ്. കാരണം അവർക്ക് ദേ ആർ ഗെറ്റിംഗ് ആക്സസ് ടു സ്റ്റുഡൻസിനെ അവർ സോഴ്സ് ചെയ്യേണ്ട, ഇൻഫ്രാസ്ട്രക്ചർ അവർ ബിൽഡ് ചെയ്യേണ്ട, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ദേ ജസ്റ്റ് ഹാവ് ടു കം ആൻഡ് മെൻറ്റർ ദി സ്റ്റുഡൻസ്. ആൻഡ് വെൻ ഐ സേ മെൻറ്ററിങ് ദേ ഡോണ്ട് ഈവൻ ഹാവ് ടു ടീച്ച്. അവരവിടെ കൊണ്ടുവരുന്ന എക്സ്പെർട്ടൈസ് അവരുടെ ജ്ഞാനമാണ്. അതായത് നിങ്ങൾ വെറുതെ തള്ളിയാൽ മതി, പക്ഷേ ആ തള്ളൽ ഈ സ്റ്റുഡൻസിന് ഒരുപാട് മീനിങ് ആയിരിക്കും, ഇമ്പാക്ട്ഫുൾ ആയിരിക്കും. ബിക്കോസ് ദേ നോ ഹൗ ദെയർ ലൈഫ് ഈസ് ഗോയിങ് ടു ലുക്ക് ലൈക്ക് ആഫ്റ്റർ ദേ ഗെറ്റ് ഇൻ ടു എ കോളേജ്. ആ ഒരു കോൺസ്റ്റന്റ് പുഷിൽ നമ്മുടെ കോഴ്സ് കംപ്ലീഷൻ പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 8X ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രോബ്ലം കോഴ്സ് കംപ്ലീഷൻ പെർസെൻറ്റേജാണ്. കാരണം നിങ്ങളൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇപ്പോൾ PC തോമസിലാണെങ്കിൽ പണ്ട് നല്ല അടി തന്നിട്ടാണെങ്കിലും അവർ ക്ലാസ്സിലിരുത്തും. 8Xൽ അടിക്കാൻ ആരുമില്ല. അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ശതമാനം ആൾക്കാർ ഡ്രോപ്പ് ഓഫ് ആയി പോകും. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം അട്രിബ്യൂഷനാണ്. അതുകൊണ്ടാണ് ഈ പൈസ കൊടുത്തിട്ട് നമ്മൾ ബോർഡിൽ കയറ്റാനുള്ള ആൾക്കാരെ വാങ്ങുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഡാൻ JEEക്ക് പ്രിപ്പയർ ചെയ്യുക. ഡാൻ ഇവിടുത്തെ ഒരു പ്രമുഖ കോച്ച് ഓൺലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകുന്നുണ്ട്, രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. ഒരു ഓഫ്ലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകുന്നുണ്ട്. സക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ഹൈലി ലൈക്ലി ദാറ്റ് ഡാൻ വിൽ ബി അട്രിബ്യൂട്ടിംഗ് ദി സക്സസ് ടു ദി ഓഫ്ലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഡാൻ ചിലപ്പോൾ ഒരു 4 ഓൺലൈൻ കോച്ചിങ് എടുത്തിട്ടാവും, ഓൺലൈൻ കോച്ചിങ് നമ്മൾ അട്രിബ്യൂട്ട് ചെയ്യില്ല ഈവൻ ഇഫ് ദർ സർവീസസ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി. അപ്പോൾ ഇതാണ് വേറൊരു പ്രോബ്ലം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രോബ്ലത്തിലോട്ട് വരികയാണെങ്കിൽ ശരിക്കും ഈ എട്ടെക്കിന് ജനറലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓപ്പൺ ഡാഡിൻ്റെ കേസിൽ പറയുകയാണെങ്കിലും ആ മെൻറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു പുള്ളുള്ളത് കൊണ്ട് തന്നെ സ്റ്റുഡൻസ് കുറച്ചുകൂടെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്. കാരണം ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. PC തോമസിൽ അടിക്കാൻ ഒരാൾ വരുന്ന പോലെ ഇവിടെ സംതിങ് ലൈക്ക് ആൻ എൽഡർ ബ്രദർ ഓർ സിസ്റ്റർ ഹു ഈസ് കമ്മിങ് ആൻഡ് നഡ്ജിങ് ദം ത്രൂ ഔട്ട് ദി പ്രോസസ്. സോ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു USP തിങ്. ഫാക്കൽറ്റീസ് നമ്മൾ പേ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മൾ വോളണ്ടിയേഴ്സിനെ എടുത്ത് നമ്മൾ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ലാർജ് സ്കെയിലിൽ ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഇപ്പോൾ വോളണ്ടിയേഴ്സും നമുക്ക് വീക്ക്ലി 1 hour തരുന്നത് ഈ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ. അപ്പം അത് ആ ഒരു മോഡലിലാണ് നമ്മൾ ആസ് ഓഫ് നൗ വർക്ക് ചെയ്ത് പോകുന്നത്. ഇതുവരെ നമ്മളിപ്പോൾ ഒരു 3000 സ്റ്റുഡൻസിൽ എത്തി നിൽക്കുമ്പോൾ ഇതുവരെ സ്മൂത്തായിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഐ തിങ്ക് ഒരു 10,000 15,000 സ്റ്റുഡൻസ് വരെ നമുക്ക് ഈസിലി സ്കെയിലും ചെയ്യാൻ പറ്റും. ഓക്കെ പക്ഷേ ടോക്കിംഗ് അബൌട്ട് ദി ഡിസ്ട്രിബ്യൂഷൻ മോഡൽ വി ആർ ലാർജ്ലി മൂവിങ് ടു ദാറ്റ് ഗവൺമെൻറ് സ്കൂൾ എംപവർമെൻറ്റ് മോഡൽ. കാരണം ഇപ്പം കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുമായിട്ട് ഇത് കമ്പയർ ചെയ്ത് കാണുന്നവർ, അത് എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളതാണ്. കാരണം ഞാനിപ്പം ബീഹാറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഛത്തീസ്ഗഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ബീഹാർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും അവിടുത്തെ സ്കൂളുകൾ വളരെ മോശമാണെന്ന് വിചാരിക്കും. അതൊരു സത്യം തന്നെയാണ്. പക്ഷേ തമിഴ്നാടെന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു മനസ്സിൽ ചിലപ്പം അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അവിടെ തന്നെ നമ്മളെ കേരളമായിട്ട് കമ്പയർ പോലും പറ്റാത്തത്ര രീതിയിലാണ് അവിടുത്തെ ഗവൺമെൻറ് സ്കൂൾസ് പോകുന്നത്. വൺ ബിഗ് ഡിഫറൻസ് ഈസ് ഇപ്പോൾ ഡാൻഡേയിൽ അത്യാവശ്യം പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. അത്യാവശ്യം യു ആർ കമ്മിങ് ഫ്രം എൻ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ഓർ ഐ ആം കമ്മിങ് ഫ്രം എ മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി. എൻ്റെ പേരൻസ് എന്നെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ വിടും. കാരണം നല്ല ഗവൺമെൻറ് സ്കൂൾസ് ഉണ്ട്. ഈവൻ ഫൈറ്റ് ചെയ്യും, നമുക്ക് അഡ്മിഷൻ കിട്ടാൻ പാടാ ഗവൺമെൻറ് സ്കൂളിൽ.
തമിഴ്നാട്ടിൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് സ്കൂൾ അല്ലെങ്കിൽ CBSE സ്കൂളിൽ പൈസ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ മാത്രമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഡ്രോപ്പ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ വി ആർ ഏബിൾ ടു ബ്രിങ് ഇൻ ദാറ്റ് സ്കെയിൽ. അപ്പോൾ ഗവൺമെൻറ് ഒരു എൻഡ് ടു എൻഡ് നമ്മൾ ചെയ്യാനാണ് നോക്കുന്നത്. ഫ്രം കരിയർ അവയർനെസ്, അവർക്ക് അവയർനെസ് കൊടുക്കുക. അതിലൊക്കെ നമ്മൾ കുറച്ച് ടെക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു സെൻസിറ്റൈസേഷൻ, കരിയർ മാപ്പിങ്ങിനൊക്കെ. അത് കഴിഞ്ഞിട്ട് അവരുടെ കോച്ചിങ്, മെൻറ്റർഷിപ്പ് എല്ലാം ചെയ്ത് അവരുടെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ മാത്രം പോരെ ഈ കുട്ടികളെ നമ്മൾ കുറച്ചുകൂടെ പുഷ് ചെയ്യണം. കാരണം ഹൈലി ലൈക്ലി ഒരു കോളേജ് കയറിയാലും ഇവർ ചിലപ്പോൾ അവിടെ പെട്ടെന്ന് അഡാപ്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അവിടെയും മെൻറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ സ്കോളർഷിപ്സ് കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു ഫുൾ ഒരു ലൈഫ് സൈക്കിൾ ഓഫ് എ സ്റ്റുഡൻറ്റ് ജേർണി ഓഫ് എ ഗവൺമെൻറ് സ്കൂളാണ് നമ്മളിപ്പം കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ദോ വി റൺ ഇൻഡിപെൻഡൻറ്റ് ബാച്ചസ്. ഐ മീൻ ഇപ്പോൾ കാറ്റൊക്കെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. അതെ. അപ്പോൾ ഒരു 5 years കഴിയുമ്പോഴേക്കും ലൈക്ക് ഹൗ ഡു യു സീ ഓപ്പൺ ഗ്രാഡ് കമ്മിങ് അപ്പ്? എങ്ങനെ അതിൻ്റെ ഒരു സ്കെയിൽ കൂടുന്നതാണ്? പിള്ളേർ കൂടുന്നതാണോ ഗോൾ, അതോ വേറെ എന്തെങ്കിലും ആണോ മെട്രിക്സ്, ഒരു സക്സസ് മെട്രിക് എന്ന് പറയുമ്പോൾ? ശരിക്കും പറഞ്ഞാൽ ഈ ഒന്ന് എഡ്ടെക് അല്ലെങ്കിൽ ഓൺലൈൻ ബേസ്ഡ് സർവീസസിൻ്റെ ഒരു വലിയൊരു സ്കാം, അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റിൻ്റെ ഒരു വലിയൊരു സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടച്ച്ഡ് 1 million എന്ന് പറയും. ശരിക്കും ടച്ച്ഡ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ശരിക്കും 1 million എത്തി. ഞാനിപ്പോൾ 3000 കുട്ടികളുള്ളതെന്ന് പറഞ്ഞത് നമ്മൾ ട്രെയിൻ ചെയ്ത് നമുക്കൊരു ക്ലിയർ നമ്മളുടെ ഒരു കൺട്രോളുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ടച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് എങ്ങനെ എൻ്റെ കാൽക്കുലേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു സ്കൂളിൽ 1000 കുട്ടികളുള്ള ഒരു സ്കൂളിൽ ഞാൻ എൻ്റെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഈ പ്രോഗ്രാമിൽ 30 കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ 1000 കുട്ടികൾക്കും വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. അപ്പം ഐ ക്യാൻ സേ ദാറ്റ് ഐ ടച്ച്ഡ് 1000 people. 970 people ഡിഡ്ന്റ് ജോയിൻ. അത് അവരുടെ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാനൊരു കരിയർ വെബിനാർ നടത്തി. അപ്പോൾ ആ വെബിനാറിന് 10,000 കുട്ടികൾ കയറി. 10,000 കുട്ടികൾ കയറിയ വെബിനാർസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഗവൺമെൻറ്റിൽ നമ്മൾ കരിയർ ഗൈഡൻസ് നടത്തുമ്പോൾ 100 പേരെ അത് കഴിഞ്ഞിട്ട് നമ്മളതിൽ ജോയിൻ ചെയ്തോളൂ. സ്റ്റിൽ ഐ ക്യാൻ സേ 10,000 പേരെ ടച്ച് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഈ ടച്ച് എന്ന് പറയുന്ന സാധനത്തിലോട്ട് നമ്മൾ എന്തായാലും 5 years ഡൗൺ ദി ലൈന് ഡൈല്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് മോർ ദാൻ സ്കെയിൽ നമുക്ക് കുറച്ചുകൂടെ ഇമ്പാക്ട് ഫോക്കസ്ഡ് ആയിരിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ എല്ലാവരും സ്കെയിൽ എന്ന് പറയുമ്പോഴും ഈ സ്കെയിൽ ചെയ്യാതെയും ഒരു മോഡലിന് ശരിക്കും സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് കാറ്റിന് ഞാൻ എല്ലാ വർഷവും 500 പേരെ സെലക്ട് ചെയ്ത് അതിൽ 200 പേരെ ടോപ്പ് 30 ബി സ്കൂൾസിൽ കയറ്റുകയാണെങ്കിൽ ഞാൻ ശരിക്കും അതിലും ഹാപ്പിയാണ്. കാരണം ഈ ഒരു മോഡൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോയാൽ മതി. ഈ 500-ൽ തന്നെ ഞാൻ ചിലപ്പോൾ 200 എന്നുള്ള 210 220 ആക്കാൻ നോക്കും. പിന്നെ ഞാൻ ഫോക്കസ് ചെയ്യുന്ന വേറൊരു കാര്യം, യൂഷ്വലി കോച്ചിങ്ങിന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ JEE കോച്ചിങ്ങിന് പോയി എന്ന് പറഞ്ഞു. 4 വർഷം JEE കോച്ചിങ്ങിന് പോയിട്ട് എനിക്ക് കിട്ടിയ ഒരു ലേണിംഗ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് കോമ്പറ്റേറ്റീവ് എക്സാമിന് കൊള്ളൂല, ഞാനൊരു മണ്ടനാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് 4 വർഷം കഴിഞ്ഞിട്ട്. ഇത് എൻ്റെ മാത്രം കഥയല്ല. എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും നോക്കുമ്പോൾ നിങ്ങൾ പോസ്റ്ററിലുള്ള ഒരു 10 പേരുടെ ഫോട്ടോ കാണും. 10,000 പേര് അവിടെ പഠിച്ചിട്ടുണ്ടാകും, 10 പേരുടെ ഫോട്ടോ കാണും. ഈ ബാക്കിയുള്ള ആൾക്കാരിൽ ഒരു 90% അല്ലെങ്കിൽ 85% ഡിസപ്പോയിൻറ്റഡ്, ഡിസാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഇവർ ഡിസാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് ഓക്കെ, അതൊരു പ്രൊഡക്റ്റാണ്, കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, എല്ലാവർക്കും കയറാൻ പറ്റില്ല. പക്ഷേ അറ്റ് മോസ്റ്റ് ടൈംസ് അവർ ഒരു ഇൻസെക്യൂരിറ്റിയും കൂടെ പേറിയായിരിക്കും നടക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവർ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്ത് കിട്ടാത്തത് കൊണ്ട് വലിയൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പേറിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പം വൺ തിങ് ഐ ഓൾവേസ് മേക്ക് ഷുവർ ഈസ്, നമ്മളുടെ പ്രോഗ്രാമിൽ കയറുന്ന ഒരാൾക്കും ഇറങ്ങുന്ന സമയത്ത് ഈവൻ ഇഫ് ദേ ഡോണ്ട് ക്രാക്ക് ദി റൈറ്റ് കോളേജസ് ഓർ എക്സാം, ദേ ഷുഡ് നോട്ട് ഫീൽ ഡംപ്. ഓക്കെ. അപ്പോൾ ഇത് എൻഷുർ ചെയ്യുന്ന ഈ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലൂടെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കാറ്റ് പ്രോഗ്രാമിൻ്റെ കാര്യം പറയുകയാണ്. കാറ്റ് പ്രോഗ്രാമിൻ്റെ കാര്യം ഞാൻ കൂടുതൽ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, കാറ്റ് പ്രോഗ്രാം ഞാൻ പേഴ്സണലായിട്ട് കുറേ സെഷൻസ് ഹാൻഡിൽ ചെയ്ത് അങ്ങനെ ഞാൻ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ കാറ്റ് പ്രോഗ്രാമിന് ഒരു ടിപ്പിക്കൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പോലെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ച് അവർക്ക് മാർക്ക് കുറയുന്നു, മോക്കിന് മാർക്ക് കുറയുന്നു, അവർ ഡ്രോപ്പ് ചെയ്യുന്നു. അതല്ല ഞാനിവിടെ ട്രൈ ചെയ്യുന്നത്, ഇവരുടെ ഈ ഒരു ടൈമിൽ തന്നെ ഇവരുടെ സോഫ്റ്റ് സ്കിൽസ് അല്ലെങ്കിൽ എന്താണ് MBA, പല ആൾക്കാർക്കും കാറ്റ് ക്രാക്ക് ചെയ്തതിന് ശേഷമാണ്, അതായത് ഇൻ്റർവ്യൂവിൻ്റെ ടൈം ആകുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഞാൻ എന്തിനാ എക്സാം എഴുതിയെന്ന്, ഞാൻ എന്തിനാ MBA ചെയ്യുന്നതെന്നുള്ളത് അവർ ചിന്തിക്കുന്നത് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് 1,00,000 രൂപ കൊടുത്ത് ക്രാക്ക് ചെയ്ത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ ടൈമിലാണ്. അപ്പോഴാണ് നമ്മളടുത്ത് വന്ന് ചോദിക്കുന്നത്, ചേട്ടാ എനിക്ക് MBA കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, എന്ത് MBA എടുക്കണമെന്ന് വലിയ ഐഡിയ ഇല്ല. ഇപ്പോൾ MBA തന്നെ യു ക്യാൻ ചൂസ് സ്പെഷ്യലൈസേഷൻസ്, എന്ത് സ്പെഷ്യലൈസേഷൻ എടുക്കണമെന്ന് എനിക്കറിയില്ല. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടായിക്കൊണ്ട് പാരലലി ഞാൻ ചെയ്യുകയാണ്. അതായത് എൻ്റെ തന്നെ നെറ്റ്വർക്ക് വോളണ്ടിയേഴ്സും IIMSലെ സ്റ്റുഡൻസിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ സെഷൻസ് കൊടുക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, ഇൻ കേസ് ഒരു കുട്ടിക്ക് നല്ലൊരു ബി സ്കൂൾ കിട്ടിയില്ല, അറ്റ്ലീസ്റ്റ് ദേ വിൽ ബി ഹാവിങ് സം ക്ലാരിറ്റി ആസ് ടു എന്താണ് മാനേജ്മെൻറ്റ്, എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ഡൊമൈൻസ്, എന്തൊക്കെ കുറച്ച് ബിസിനസ് കേസ് സ്റ്റഡീസ് ഒക്കെ മനസ്സിലാവുന്നതുകൊണ്ട്
ദേ ഹാവ് സം ടേക്ക് അവേ. അത് ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ സ്കൂളിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ സ്കൂളൊരു നല്ല മോഡൽ ഇൻ ദ സെൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ MEC പഠിച്ചു, എൻജിനീയറിംഗ് പരമായിട്ട് ഞാനൊന്നും നേടിയിട്ടില്ല, മാർക്കാണെങ്കിലും വലുതായിട്ടൊന്നും നേടിയിട്ടില്ല. പക്ഷേ അറ്റ് ദി സെയിം ടൈം ഐ ഹാവ് ടേക്കൺ അവേ ലോട്ട് ഓഫ് ലേണിങ്സ്, റൈറ്റ്? നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടി, നമുക്ക് കുറേ സാധനങ്ങൾ ചെയ്ത്, ആ ഒരു സിസ്റ്റം കോച്ചിങ്ങിലും കൊണ്ടുവരണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അൾട്ടിമേറ്റ് എയിം ഓഫ് ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ ഈസ് പിയർ ടു പിയർ എന്ന് പറയുന്നൊരു സാധ്യത ശരിക്കും എഡ്യൂക്കേഷനിൽ അൺലോക്ക് ആവണം. കാരണം ഇപ്പം നമ്മളൊക്കെ ആദ്യം ആൾക്കാരുടെ അടുത്ത് പോയിട്ട് കോളേജിൽ പഠിക്കുന്ന നല്ല കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പോയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പോൾ അവരുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഞാനെന്തിന് ഫ്രീ ആയിട്ട് കുട്ടികളെ പഠിക്കണം, അതായത് ഞാനിതൊക്കെ പൈസ കൊടുത്താൽ പഠിച്ചാൽ. അത് തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ ഇപ്പം എല്ലാവർക്കും കാശുണ്ടാക്കാൻ എത്ര പെട്ടെന്ന് ഉണ്ടാക്കണം അങ്ങനത്തെ ഒരു സ്ഥിതിയല്ല ഇപ്പം. അതെ, ഫ്രീലാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 200 എന്തെങ്കിലുമൊക്കെ എടുക്കാം. പിന്നെ എനിക്കാരും ഒന്നും ഫ്രീ ആയിട്ട് തന്നിട്ടില്ല, അപ്പം ഞാനും ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കണമല്ലോ. അപ്പം ഇതൊരു കൾച്ചർ ബിൽഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസം ഉണ്ടാവും. ഇത് ഓൾറെഡി സംഭവിച്ചു തുടങ്ങി. ഉദാഹരണത്തിന് നമ്മുടെ ഫസ്റ്റ് കാറ്റ് ബാച്ചിൽ IIM ബാംഗ്ലൂർ കൺവേർട്ട് ചെയ്ത ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, മലയാളിയാണ്. സെക്കൻഡ് ബാച്ചിൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ സമയത്ത് നമ്മളുടെ ഒരു 200ഓളം കുട്ടികളെ ഫുൾ മെൻറ്റർ ചെയ്യുന്ന ഓപ്പറേഷൻസ് മൊത്തം ഇവനാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തത്, ഫ്രീ ആയിട്ട് ചെയ്തത്. അത് ഇവൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് IIM ബാംഗ്ലൂരിൽ, ഇത്തവണ ചേട്ടനൊന്നും നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം ഇനി ഈ കയറിയ 200 പേരും അടുത്ത വർഷം 200 പേരും വരില്ലെങ്കിലും കുറേ പേര് പറയും ഓക്കെ എനിക്ക് കിട്ടി, ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ല. ഓക്കെ, ഒരു 50 പേര് വന്നാൽ പോലും നമുക്കത് അടുത്ത വർഷം ഇതിനേക്കാളും കൂടുതൽ പേരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് ആണ്. ദിസ് വിൽ ടേക്ക് ടൈം ബിക്കോസ് ഈ ഒരു ബൈജൂസ് സ്കെയിൽ ചെയ്ത പോലെയൊക്കെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് സേ നോ. ബട്ട് ദെൻ ദിസ് ഈസ് എ സ്ലോ പ്രോസസ്, ബട്ട് ഇറ്റ്സ് ബിൽഡിങ് എ കൾച്ചർ. ഓക്കെ, അതായത് ഒരു കൾച്ചർ ഓഫ് എംപതി. നമ്മളുമായിട്ട് വോളണ്ടിയർ ചെയ്യുന്ന ആൾക്കാരും തിരിച്ചു വന്നിട്ട് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ, നൗ വി ആർ മോർ അവെയർ അബൌട്ട് അവർ പ്രിവിലേജസ്, റൈറ്റ്? ഐ മീൻ ഓക്കെ, കുട്ടികൾക്ക് ഇങ്ങനത്തെ ഇതുണ്ട്, ഇതുവരെ നമ്മൾ വിചാരിച്ചത് ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് ടേക്കൺ ഫോർ ഗ്രാൻഡ്. അപ്പോൾ ആ ഒരു എംപതി ഇമ്പ്രൂവ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്. സോ ദാറ്റ്സ് വാട്ട് വി ആർ ട്രൈങ് ടു ബിൽഡ്. അപ്പം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു മേജർ ഒരു ട്രെൻഡ് എന്ന് പറയാൻ വേണമെങ്കിൽ എന്ന് വെച്ചാൽ, ജോലി കിട്ടാതിരിക്കുക അങ്ങനത്തെ സ്റ്റേറ്റ് വരുമ്പോൾ ഉടനെ പറയും, വീട്ടുകാർ പറയും ബ്രോ എന്നാൽ ജർമ്മനി പൊക്കോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കും. ജർമ്മനി പോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നന്നാവട്ടെ എന്നൊരു. അതിപ്പോൾ പണ്ടൊക്കെ ആണെങ്കിലും ഇപ്പോൾ എന്താ, നമ്മൾ ഗൾഫിൽ പോവുക, പണിയെടുക്കുക, ഇത് മാറിയിട്ട് സ്റ്റഡി അബ്രോഡ്, അപ്പോൾ റെഡിയാണല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി സാഹിലിൻ്റെ ഒരു അഭിപ്രായം എന്താ? കാരണം ഇതിവിടെ നാട്ടിൽ ജോലികളില്ലാത്ത കാരണമാണോ, അത് പുറത്തായാൽ മാത്രമേ എന്തെങ്കിലും വാല്യൂ കിട്ടത്തുള്ളൂ? ഇത് ശരിക്കും ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എനിക്ക് ഡെയിലി ഇതിൽ ബേസിസിൽ മെസ്സേജ് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ ജർമ്മനിയിൽ MBA ചെയ്യുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ പറയും, മോനെ നീ ആ രാജ്യത്താണോ MBA ചെയ്യാൻ പോകുന്നത്, അതായത് അതാണോ ഇൻസ്റ്റിറ്റ്യൂട്ട്? അപ്പം ഇതാണ് വ്യത്യാസം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഡാൻ്റെ അടുത്ത് പറയാം, ഞാൻ തമിഴ്നാട്ടിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകണമെന്ന് പറയാം. അപ്പോൾ ശരിക്കും അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുക? അതായത് തമിഴ്നാട് ഒരു വലിയൊരു സ്റ്റേറ്റാണ്. തമിഴ്നാട്ടിൽ IIT മദ്രാസ് ഉണ്ട്, ഇന്ത്യയിലെ ഏറ്റവും റാങ്ക് 1. അതായത് NIRF വെച്ച് നോക്കി, NIRF എന്താണ് അതിൻ്റെ വേറെ പ്രശ്നങ്ങളുണ്ട്, ബട്ട് ദെൻ NIRF റാങ്ക് 1 ഇൻസ്റ്റിറ്റ്യൂട്ടും അവിടെ തന്നെ ഉണ്ട്. അതേസമയം അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ 350ഓളം കോളേജ് ഉണ്ട്, അതിനകത്ത് ഏതെങ്കിലും ഒരു റാങ്ക്ഡ് കോളേജും ആവും. എന്ന് പറയുന്ന പോലെ ഈ എസ്കേപ്പ് ചെയ്താൽ മതി, എനിക്ക് ആ സ്ഥലത്ത് പോയാൽ മതി എന്ന് പറയുന്ന രീതിയിലോട്ട് ഇത് മാറുന്നുണ്ട്. ഇപ്പോൾ ഒരു റീസൺ ബീങ്, അതൊരു രാജ്യം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. കുറച്ച് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കോമ്പറ്റീഷൻസ് കുറച്ച് കൂടുതലാണ്. ഓക്കെ, ഇപ്പം എന്താണെങ്കിലും ഇപ്പം IITസിൻ്റെ ആണെങ്കിലും IIMസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം NITസിൻ്റെ ഒക്കെ ആണെങ്കിലും സെലക്ഷൻ റേറ്റ് കുറച്ച് ടഫാണ്. അപ്പം പല ആൾക്കാരും ഒരു വർഷം ഈ കോമ്പറ്റേറ്റീവ് എക്സാം ഒന്ന് എഴുതി നോക്കും, എന്നിട്ട് ഇത് നടക്കുന്നില്ല എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും നേരെ പുറത്ത് പോകുന്നത് കാണുന്നുണ്ട്. ഈ കേരളത്തിലുള്ള പല ആൾക്കാരും കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ തന്നെയുള്ള പല ഓപ്പർച്യൂണിറ്റീസും കാണുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം കേരളത്തിലൊന്ന് കൊച്ചിയിലൊക്കെ ജോലി കുറച്ച് അപ്ലൈ ചെയ്ത് നോക്കും. ഇപ്പോൾ ഇവിടുത്തെ ഇൻഡസ്ട്രീസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പ് ആയി വരുന്നുണ്ട്, ഒരുപാട് സ്റ്റാർട്ടപ്സ് ഒക്കെ വരുന്നുണ്ട്, ഒരുപാട് എക്കോസിസ്റ്റംസ് വരുന്നുണ്ട്. ബട്ട് ദെൻ സ്റ്റിൽ ദെൻ ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് കുറവാണ് കേരളത്തിൽ. പക്ഷേ അറ്റ് ദി സെയിം ടൈം ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ, ഇപ്പം ഇന്ത്യയിൽ എനിക്ക് തോന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഏറ്റവും അടുത്തൊരു 20 വർഷം അല്ലെങ്കിൽ ഒരു 10, 15, 20 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ, അതായത് നമുക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ, ആസ് യങ്സ്റ്റേഴ്സ് നമുക്ക് എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ, ഒരു പിവറ്റ് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഇന്ത്യയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പം 143 കോടി പോപ്പുലേഷൻ ഉണ്ട്. അത് തന്നെയാണ് ഇന്ത്യയുടെ മാർക്കറ്റും ഇന്ത്യയുടെ ഏറ്റവും വലിയ പവറും. അപ്പം US നോക്കുകയാണെങ്കിൽ 800 പരം യൂണിക്കോൺസ് ഉണ്ടെന്ന് പറയുന്നു. ഇന്ത്യയിൽ ഇപ്പോഴും 110 അത്ര യൂണിക്കോൺസ് ഉള്ളൂ. അപ്പം അവിടെ പറയുന്ന ഗ്യാപ്പാണ്. ഇപ്പം ഈ ജോലി ഇപ്പം ചേട്ടാ MBA എടുത്തു കഴിഞ്ഞാൽ മാനേജേഴ്സിൻ്റെ ജോലി മൊത്തം AI എടുത്ത് കൊണ്ടുപോകുന്നൊക്കെ ചോദിക്കുമ്പോൾ
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്ര അധികം കമ്പനീസ്, 10,000 കമ്പനികൾ എല്ലാ വർഷവും പുതുതായിട്ട് വരുന്ന ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് എപ്പോഴും മാനേജേഴ്സിൻ്റെ ഒക്കെ ഡിമാൻഡ് മുകളിലോട്ടേ പോവുള്ളൂ. ചിലപ്പം കൂടുതൽ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് മാനേജ്മെന്റ് ആയിരിക്കും ഇത് കൂടുന്നത്, ചില റിഡൻഡന്റ് ടാസ്ക് കളയുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ടെക്കിനാണെങ്കിലും ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിൽ എന്തായാലും ഉണ്ടാവും. പക്ഷേ എഗെയിൻ ഈ വിദേശ രാജ്യങ്ങളിൽ ജസ്റ്റ് ഇപ്പം പുറത്ത് ഇപ്പം MBA മാത്രം എടുത്ത് കമ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ടെക്നോളജി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇന്റർനാഷണലി ബി സ്കൂൾസ്, ഇപ്പം സ്റ്റാൻഫോർഡ് അല്ലെങ്കിൽ ഹാർവാർഡ് അല്ലെങ്കിൽ ഇൻസീഡ് അല്ലെങ്കിൽ HEC പാരീസ് ഒക്കെ നമ്മൾ IIM-നെക്കാളും ഒരുപാട് മികച്ചതാണ്, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ജർമ്മനിയിൽ MBA-ക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ ഇവിടെ അല്ല പോകുന്നത്. അപ്പം ബെറ്റർ എഡ്യൂക്കേഷന് വേണ്ടി അല്ല പുറത്ത് പോകുന്നത് എന്നുള്ളൊരു സത്യമാണ്. അപ്പം അവിടെ നിന്നൊരു ഇത് എടുത്തിട്ട് നിങ്ങൾ നോക്കേണ്ടത് അവിടുത്തെ ആ ഒരു ഡിഗ്രി കൊണ്ട് ഇവിടുത്തെ പല ജോബ്സിന് അപ്ലൈ ചെയ്താൽ അവർ നിങ്ങളെ സെലക്ട് പോലും ചെയ്യുന്നുണ്ടാവില്ല. സോ ഇതൊരു ശരിക്കും ഈ ഇപ്പം നമ്മളുടെ തമിഴ്നാട്ടിലെ തന്നെ അണ്ണാ യൂണിവേഴ്സിറ്റിയിലുള്ള 357 കോളേജിലുള്ള പേര് കേൾക്കാത്ത കോളേജ് പോലത്തെ പല കോളേജുകളിലും ആണ് നിങ്ങൾ വിദേശത്ത് കയറി പോകുന്നതെങ്കിൽ, നിങ്ങൾക്ക് സ്ഥലം കാണാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഓൾ ദി ബെസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ജോലി സാധ്യത വൈസ് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളുണ്ടാവില്ല. അതേസമയം ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഇഫ് യു ലുക്ക് അറ്റ് ദി ഇന്റർനാഷണൽ റാങ്കിങ്സ്, ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസ് ഒന്നും അത്ര മുകളിൽ ചിലപ്പോൾ നിങ്ങൾ കാണില്ല. അങ്ങനെയൊക്കെ ചിലപ്പോൾ പലരും കമ്പയർ ചെയ്യുന്നുണ്ടാവും. ഇന്ത്യയിലെ IIT തന്നെ ടോപ്പ് 500 ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പുറത്ത് കൂടുതലും യൂണിവേഴ്സിറ്റി റാങ്ക് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം സ്റ്റാൻഫോർഡ് എടുത്തു കഴിഞ്ഞാൽ ദേ ഹാവ് സ്കൂൾ ഓഫ് ലോ ആൻഡ് സ്കൂൾ ഓഫ് ടെക്നോളജി, മെഡിക്കൽ കോളേജ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇന്ത്യയിൽ അത് സെപ്പറേറ്റഡ് ആണ്. ഇപ്പം എയിംസ് മെഡിക്കൽ മാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ IISc സയൻസ് റിസർച്ച് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റി റാങ്കിങ് ഇന്റർനാഷണൽ പെർസെപ്ഷനിൽ കുറച്ച് താഴെ വരുന്നുണ്ടാകും. ക്വാളിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റിഗറിലൂടെ പോകുന്നത് വളരെ നല്ലതാണ്. ഇപ്പം ഞാൻ എൻ്റെ MBA-യുടെ ടൈമിൽ പഠിച്ച മാർക്കറ്റിംഗ് റിസർച്ച് MR1 എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സാണ് ഞാൻ വിദേശത്ത് കണ്ടിട്ടുള്ള ഒരു കോളേജിൻ്റെ ഒരു ഫുൾ, ആ കോളേജിൻ്റെ പേര് കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ കോഴ്സിൻ്റെ പേര് MS in മാർക്കറ്റിംഗ് എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. ഒരു 2 വർഷത്തെ കോഴ്സാണ്. ഈ 2 വർഷത്തെ കോഴ്സിൻ്റെ ഫുൾ കരിക്കുലം ഞാൻ പഠിച്ച ഒരു 50 പേപ്പറിലെ ഒരു പേപ്പറിൻ്റെ തീസിസിൻ്റെ അത്ര ഇവരുടെ മൊത്തം കോഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഈ ഒരു ഡിഗ്രിയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്കിൽ ലെവൽ എന്തായാലും ഗുണം ഉണ്ടാവില്ല. പിന്നെ അവിടെ പോയി നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാം, കൺട്രി എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പം ഇതൊരു ഫോമോ ആയിട്ടുണ്ട്, ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ആയിട്ടുണ്ട്. വൈ? ബിക്കോസ് ഫ്രണ്ട്സ് എല്ലാവരും വിദേശത്താണ്. അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഫോട്ടോസ് എന്നൊക്കെ പറയുന്നത് വളരെ ലുക്രേറ്റീവ് ആണ്. അല്ലാതെ അവർ ഇപ്പം പാർട്ട് ടൈം എടുക്കാൻ പോയിട്ട് അവർ കാഫേസിൽ വർക്ക് ചെയ്യുന്നതോ അങ്ങനെയുള്ളതൊന്നും അവർ ചിലപ്പം സോഷ്യൽ മീഡിയയിൽ ഇടുന്നില്ല. ബുദ്ധിമുട്ട് കാണുന്നില്ല. ഇന്ത്യയിലാകുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സോഷ്യൽ ക്യാപിറ്റലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ തുടങ്ങാൻ വേണ്ടി എനിക്ക് ഹെൽപ്ഫുൾ ആവുന്നത് ഞാൻ MBA-ക്ക് ശേഷം ഞാൻ എടുത്ത നെറ്റ്വർക്ക് മാത്രമല്ല, ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് പലരും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ ദ സെൻസ് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെടാ അയാളുടെ നമ്പർ ഇയാളുടെ നമ്പർ അല്ലെങ്കിൽ എൻ്റെ കോളേജിൽ പഠിച്ച എൻ്റെ നെറ്റ്വർക്ക്സ്. നമ്മൾ ഈ ഇപ്പം ഞാൻ കൊച്ചി പഠിച്ചപ്പോൾ എൻ്റെ കൊച്ചിയിൽ ഞാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അവിടെ നിന്നൊക്കെ പരിചയപ്പെട്ട ആൾക്കാർ, ഇവരൊക്കെ നമ്മൾ അറ്റ് ഡിസ്പോസലുണ്ട്. അതുകൊണ്ട് ഇഫ് ഐ വോണ്ട് ടു ബിൽഡ് സംതിങ് ഇറ്റ്സ് എക്സ്ട്രീംലി ഈസി. കുറേ സാധനങ്ങൾ അത് നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കുന്നതാണ്. ഇതൊന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇനിഷ്യൽ കിക്ക് സ്റ്റാർട്ട് കിട്ടില്ല. അപ്പം ഞാൻ നേരത്തെ ബ്രാൻഡിൻ്റെ കാര്യം പറഞ്ഞ പോലത്തെ ഒരു വലിയൊരു ഫാക്ടറാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എത്ര കളിച്ചാലും നമുക്ക് നമ്മളുടെ ഒരു ഹബിൽ കളിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. സോ ഐ വുഡ് സേ ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുന്ന ആൾക്കാരിൽ ഞാൻ ആകെ സമ്മതിക്കുന്നത് ഈ പറയുന്ന ഐവി ലീഗ് കോളേജസിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പം MBA ആണെങ്കിൽ ഇൻസീഡിലും HECയിലും ഒക്കെ പോകുന്നതാണ്. വെറുതെ ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നത് എയ്തർ ബിക്കോസ് ദേ ഡോണ്ട് നോ അബൌട്ട് ദി ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ കൺട്രി ഓർ ദേ കാൺ വിത്ത്സ്റ്റാൻഡ് ദി കോമ്പറ്റീഷൻ. പിന്നെ ടു ബി ഓണസ്റ്റ് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് അനദർ റീസൺ. ലൈക്ക് ഇപ്പം ഒരുപാട് റെസ്ട്രിക്ഷൻസും നമ്മളെ നാട്ടിലുള്ള സദാചാരം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ളൊരു ഈസി എസ്കേപ്പ് റൂട്ടാണ്. അപ്പോൾ അതിനോട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഐ റെസണേറ്റ് വിത്ത് ദം. കാരണം ദേ വോണ്ട് ആൻ എസ്കേപ്പ് റൂട്ട്. പക്ഷേ അപ്പോഴും നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഈ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിക്കാർ ഫോൺ വിളിച്ച് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ ഒരു റിസർച്ചും ചെയ്യാതെ കയറി പോകാതിരിക്കുക. ദർ ആർ ലോഡ് ഓഫ് ലൈക്ക് ജെന്യൂൻ റാങ്കിങ്സ്, റൈറ്റ്? FTETയുടെ ഒക്കെ റാങ്കിങ്സ് നോക്കി അതിൽ പ്രോഗ്രാം റാങ്കിങ്സ് നോക്കുക. യൂണിവേഴ്സിറ്റി റാങ്കിങ് മാത്രമല്ല, ചിലപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഉദാഹരണത്തിന് CET കേരളത്തിലെ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെ ഒരു MBA ഉണ്ട്. അപ്പോൾ CET കോളേജ് കേരളത്തിൽ ബെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി MBA എടുത്താൽ എങ്ങനെ ഉണ്ടാവും? സോ അങ്ങനെയുള്ള മിസ്റ്റേക്സ് വരുത്താതിരിക്കുക. ഡു യുവർ റിസർച്ച്. അല്ലാതെ ആരെയും കണ്ണും പൂട്ടി വിശ്വസിച്ച് പോവാതിരിക്കുക. ബിക്കോസ് അവിടെ നിങ്ങൾ വലിയൊരു ലയബിലിറ്റി ഒരു ലോണൊക്കെ എടുത്തിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ യു മൈറ്റ് ഗെറ്റ് സ്റ്റക്ക്.
ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി ടു റീസ്റ്റാർട്ട്, ഇറ്റ്സ് ഈസി ടു ഫോൾ ബാക്ക്. സോ ആ ഒരു എക്കോസിസ്റ്റം ഉണ്ട്. സോ അതാണ് എനിക്ക് മൊത്തത്തിൽ ഈ സ്റ്റഡി അബ്രോഡിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ വ്യൂവേഴ്സ് മെയിൻലി കോളേജിൽ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇവരിപ്പം പറയുന്നത് ഇപ്പം സാഹിലിൻ്റെ ഒരു ജേർണി എല്ലാം കൂടെ നോക്കി കഴിയുമ്പോഴേക്കും ഇവർക്ക് എന്താണ് പറയാനുള്ളത് സാഹിൽ? ലൈക്ക് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു തേർഡ് ഇയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കൊച്ചിന് വിചാരിച്ചോ. ഇപ്പോഴത്തെ സീറ്റ് എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡാണ്. കാരണം സൈഡിൽ കൂടെ ചോദിക്കും നമ്മുടെ ജോലി എടുക്കാൻ പോവുക, ഇങ്ങനത്തെ ഒരു ന്യൂസ് ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. പിന്നെ പ്ലേസ്മെൻറ്റ് ആണെങ്കിലും എല്ലാ കോളേജിലും ഇപ്പം മെയിൻലി ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇത് വരുമ്പോഴേക്കും എന്താണ് ഇപ്പോൾ സാഹിലിന് അവർക്കൊന്ന് പറയാനുള്ളത്? ഇപ്പോൾ ഇമീഡിയറ്റ്ലി ഇന്ന് നാളെ തൊട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനത്തെ ഒരു ചോദ്യം വേറെ ആരുടെ ഡാൻ ചോദിച്ചാലും മെജോറിറ്റി ആൾക്കാരും പറയും നിങ്ങൾ അപ്സ്കിൽ ചെയ്യണം, നിങ്ങൾ സർട്ടിഫിക്കേഷൻ ചെയ്യണം, നിങ്ങൾ മറ്റേ AI ഉപയോഗിച്ച് തുടങ്ങണം, ഇല്ലെങ്കിൽ AI നിങ്ങളെ റീപ്ലേസ് ചെയ്യും, മറ്റേ മാറ്റിയും ചട്ടുകങ്ങളില്ലെങ്കിൽ അവർ മറിച്ചിടും നിങ്ങൾ എന്നുള്ളതൊക്കെ പറയുമെങ്കിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ള അധികം ഇപ്പം എൻ്റെ കൂടെയൊക്കെ ബാച്ചിലുള്ള അധികം സക്സസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മണി ടേംസിലല്ല പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ചെയ്യുന്ന സാധനത്തിൽ ഹാപ്പി ആവാത്ത ആൾക്കാരെന്ന് പറയുന്നത് കൂടുതലും ഇപ്പം ഉദാഹരണത്തിന് എഞ്ചിനീയറിങ്ങിന് വന്നു. ഇപ്പം എനിക്ക് എഞ്ചിനീയറിങ് അത്ര ഇഷ്ടപ്പെട്ടില്ല ടു ബി ഓണസ്റ്റ്. പക്ഷേ അപ്പം ഞാൻ അത് മാത്രം ചെയ്ത് ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ല, ഞാൻ ബൈ ഹാർട്ട് പഠിച്ച് 9 വാങ്ങി 4 വർഷം കഴിഞ്ഞ് പോവാം എന്ന് ഞാൻ വിചാരിച്ചില്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി എഞ്ചിനീയറിങ് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അങ്ങനെ 9 വാങ്ങി ഇഷ്ടപ്പെട്ടേനെ എന്ന്. പക്ഷേ എനിക്ക് വേറെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുമുള്ള ഒന്നും ഞാൻ ബിൽഡ് ചെയ്തിട്ടില്ല. അപ്പം എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിപ്പോൾ എവിടെയാണുള്ളതെങ്കിലും അതൊരു പ്ലാറ്റ്ഫോമായിട്ട് മാക്സിമം യൂസ് ചെയ്യുക, എസ്പെഷ്യലി ഈ കോളേജ് ആണെങ്കിൽ. കാരണം ഈ കോളേജിൽ കിട്ടുന്നത് ഫ്രീഡം. ഞാൻ എസ്പെഷ്യലി ബി സ്കൂളിൽ വെച്ചിട്ട് ഞാൻ ഈ ഒരു മിസ്റ്റേക്ക് നടത്തിയിട്ടുണ്ട്. ഞാൻ ബി സ്കൂളിൽ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കളിച്ച് നടന്നിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ, പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ജോലി ഏൺ ചെയ്ത് തുടങ്ങിയിട്ട് കുറേ പൈസ കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ഹോബീസ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ അതൊരു വലിയൊരു മിത്താണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയം എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറാണ്. ഇതൊക്കെ വെറുതെ നമ്മൾ പറയുന്നതാണ്, സദ്ഗുരു പറയുന്ന പോലെ പറയുന്നതാണെന്ന് വിചാരിക്കും. പക്ഷേ ഇതല്ല, ദിസ് ഈസ് ദ റിയാലിറ്റി. സമയം എന്ന് പറയുന്ന വലിയൊരു കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനം. പൈസ എവിടെന്നെങ്കിലും ഇപ്പം ചില ആൾക്കാരുടെ വീട്ടിൽ പൈസ ഉണ്ടാവും, പക്ഷേ വീട്ടിൽ പൈസ ചോദിക്കാൻ മടിയായിട്ട്, അതായത് എങ്ങനെ വീട്ടുകാരുടെ പൈസ എങ്ങനെയാണ് ചോദിക്കുക, ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് വേണ്ട, നിങ്ങൾ കോളേജിൽ എങ്ങനെയെങ്കിലും കുറച്ച്, അത് ഒരുപാട് പൈസ ഒന്നും ശരിക്കും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഫ്രീലാൻസ് ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങൾ കയറിയ കോഴ്സ് അല്ല നിങ്ങളുടെ സാധനമൊന്നും മനസ്സിലായാൽ അത് പാസ്സാവണം. സപ്ലൈ അടിക്കാനല്ല ഞാൻ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ ട്രൈ ടു ഡു ഡിഫറെൻറ്റ് തിങ്സ് സോ ദാറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു വിൽ ബി ഹാവിങ് അറ്റ്ലീസ്റ്റ് 2-3 ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ടു ഗോ ഫോർ. ഓൺ എൻ എൻഡിങ് നോട്ട്, ഇപ്പോൾ ഇതൊരു സാഹിലിൻ്റെ ഒരു മിഷൻ ഡ്രിവൺ ജേർണി ആണല്ലോ. അതെ. ഹൗ ഡു യു സ്റ്റേ ഗ്രൗണ്ടഡ് അറ്റ് ദ സെയിം ടൈം? എങ്ങനെ ബേൺ ഔട്ട് ആയിരിക്കണം എങ്ങനെ ഈ ഒരു ജേർണിയിൽ? ബേൺ ഔട്ട് എന്ന് പറയുന്നത് ശരിക്കും എത്രയൊക്കെ നമ്മൾ ആവരുതെന്നൊക്കെ പറഞ്ഞാലും ബേൺ ഔട്ട് ആവും, ഒരു പരിധിവരെ ബേൺ ഔട്ട് ആവും. പിന്നെ 1-2 കാര്യങ്ങൾ ഐ വാസ് ഓൾസോ ലക്കി ബിക്കോസ് ഒന്ന് വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള കോഫൗണ്ടേഴ്സ് ഉള്ളത് ഒരു വലിയൊരു കാര്യമാണ്. കാരണം എൻ്റെ കോഫൗണ്ടേഴ്സ് ഒന്ന് എൻ്റെ IIM ഇൻഡോറിൽ എൻ്റെ ഫ്രണ്ടായിരുന്നു, 2 എൻ്റെ UG കോളേജിൽ നമുക്ക് കുറേ പാരലി ഒരുപാട് കോമൺ ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ കോമൺ ടോപ്പിക്സ് ഉണ്ട് സംസാരിക്കാൻ ഔട്ട്സൈഡ്. അപ്പം എഗെയിൻ ഇത് ഏതോ ഇപ്പോൾ റീസെൻറ്റ് ഞാൻ ഒരു പോഡ്കാസ്റ്റിൽ കേട്ടൊരു സംഭവമാണ്, ആൻഡ് ദാറ്റ്സ് വെരി ട്രൂ. അതായത് നിങ്ങൾ കോഫൗണ്ടറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് ബിസിനസ് സംസാരിക്കാൻ പറ്റുന്ന ആളല്ല നിങ്ങളുടെ കോഫൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഗേൾ ഫ്രണ്ടിനേക്കാളും കൂടുതൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കും അല്ലേ. അപ്പം ഔട്ട്സൈഡ് ദാറ്റ് നിങ്ങൾക്ക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയൻ ഇതുപോലത്തെ പല സാധനങ്ങൾ സംസാരിക്കാനുള്ള ഒരു ബാൻഡ് വിഡ്ത്ത് ഉള്ള ആളെ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഹെൽപ്പ് ടു എ ലോഡ് ഓഫ് എക്സ്റ്റെൻസ്. പിന്നെ രണ്ടാമത്തെ സാധനം ഞാനൊരു സാധനം ബിൽഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പഴയ നെറ്റ്വർക്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഞാൻ സ്റ്റേ ചെയ്യുന്നത് തന്നെ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച 2-3 പേരുടെ കൂടെയാണ്, നമ്മൾ ഒരുമിച്ചാണ് ഒരു അപ്പാർട്ട്മെൻറ്റിൽ സ്റ്റേ ചെയ്യുന്നത്. അപ്പം അതെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഇതിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിട്ട് എൻ്റെ ഒരു പഴയ എലമെൻറ്റിലോട്ടോ അല്ലെങ്കിൽ പോകാനും പറ്റുന്നുണ്ട്. സോ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അറ്റ് ദി സെയിം ടൈം ദേ ഷുഡ് ബി സപ്പോർട്ടീവ്, ദേ ഷുഡ് ബി അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ Monday to Friday വർക്ക് ചെയ്യുന്ന ആൾക്കാർ സാറ്റർഡേ ആകുമ്പം നമുക്കൊന്ന് പുറത്തു പോകാമെന്ന് പറയുകയാണ്. അപ്പം നമ്മൾ പറയില്ലടാ എനിക്ക് കുറച്ച് പണിയുണ്ട്. കാരണം ഓൺടർപ്രണേഴ്സ് വർക്ക് 24/7. പണിയുണ്ടെന്ന് പറയുമ്പോൾ ഒരു ദിവസമൊക്കെ പണിയില്ലെങ്കിൽ ഇപ്പോൾ എന്താ എന്ന് പറയുന്നവരല്ല നമുക്ക് വേണ്ട. സമ്മൺ ഷുഡ് ബി അണ്ടർസ്റ്റാൻഡിങ്. ബട്ട് ദെൻ ദിസ് ഹാസ് ബീൻ മൈ മന്ത്ര. ഐ മീൻ ഫൈൻഡിങ് ദി ബെസ്റ്റ് co-founders out there with whom you can talk a lot more
than just business. That helped. All the best for Open Grad. Thank you. Thanks a lot. Yeah.